بسم الله الرحمن الرحيم وإذ أخذنا الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وإنا معكم من الشاهدين قال نبيكم صلى الله عليه وسلم من فارق الجماعة شبرا فقد خلع ربقة الإيمان من عنقه أنت النبي الحاشمي محمد صلى الإله عليك بالقرآن أنت النبي لأهل دينك كلهم يوم المعاد وموقف الخسران أنت الشفيع لمن نصى رب العلا أنت الدليل لجنة الرضوان فلأذكرنك ما بقيت معمرا حتى الممات ولا يمل لساني. സർവാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സയ്യിദ് അവർകൾ, വന്ദ്യരായ സുഹൈൽ അസ്ഹരി ഉസ്താദ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അനുഗ്രഹീതമായ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിൻ്റെ സമാപന ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തിരുനബി പ്രകീർത്തനത്തിൻ്റെ സ്നേഹവചസ് എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ ദിനങ്ങളിൽ ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് നമ്മൾ പറഞ്ഞത് നമ്മുടെയൊക്കെ ഹസനാത്തിൻ്റെ പട്ടികയിൽ കനം തൂങ്ങുന്നൊരു പ്രവർത്തനമായി റബ്ബ് തആല കബൂൽ ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനം ഒരിക്കലും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. മാദിഹീങ്ങൾ തിരുനബിയുടെ പ്രകീർത്തനം പറഞ്ഞത്, ആ പ്രകീർത്തനം പറഞ്ഞതുകൊണ്ട് അവർക്ക് പുണ്യം കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഈ മദ്ഹുർ റസൂലിൻ്റെ വേദി സംഘടിപ്പിച്ചതുകൊണ്ട് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം അഷ്റഫുൽ ഖൽഖിനോടുള്ള മഹബ്ബത്ത് ഉണ്ടാവുകയും ആ മഹബ്ബത്ത് കൊണ്ട് വിജയിക്കാൻ കഴിയുകയും ചെയ്യണം എന്നു മാത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ലക്ഷ്യം. അള്ളാഹു അത് സാക്ഷാത്കരിച്ച് തരുമാറാവട്ടെ. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇമാം ബൂസുരിയും അതുപോലെ തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവും അങ്ങനെ തുടങ്ങി മദ്ഹ് കൊണ്ട് വിജയിച്ച ആയിരക്കണക്കിന് മാദിഹീങ്ങളുടെ ചരിതങ്ങൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ മഹത്തുക്കളെല്ലാം സമുദ്ര സമാനമായ മദ്ഹുർ റസൂലിൻ്റെ താരത്തുകൂടെ സഞ്ചരിച്ച് അവർ നേടിയെടുത്ത വിജയത്തിൻ്റെ കഥകൾ വായിക്കുമ്പോൾ, അവരൊക്കെ നേടിയെടുത്ത സ്ഥാനമാനങ്ങളുടെ കഥകൾ വായിക്കുമ്പോൾ എളിയവനായ ഈ ഉള്ളവനും മനസ്സിൽ ഒരു ചെറിയ ജിജ്ഞാസ, അവരൊക്കെ സഞ്ചരിച്ച പാതയിൽ ഒരു വിദ്യാർത്ഥിയായി അല്പമൊക്കെ മുത്തുനബിയെക്കുറിച്ച് പഠിച്ചു പറയണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അതിന് നമ്മൾ
ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുത്ത മഹാനായ ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ വെറും 31 വരികളുള്ള അല്ലഫൽ അലിഫ്, അതിൻ്റെ തുടക്കത്തിലെ ചുരുങ്ങിയ വരികൾ മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്യുന്നതിയിലേക്കുള്ള പ്രാപഞ്ചിക രഹസ്യങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള അത്ഭുതകരമായ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ള സൽക്കാരത്തെക്കുറിച്ചാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് ബഹുമാനപ്പെട്ടവർ പുണ്യപ്രവാചകന്റെ അസ്തിത്വം ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വത്തിന് കാരണമാണ് എന്ന അർത്ഥഗർഭമായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു വരി ആ കാവ്യമഞ്ജരിയിൽ ഉണ്ട്. അതിൻ്റെ ചാരത്തുകൂടെ സഞ്ചരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജൂദു മഞ്ചാദൽ വജൂദവ ജൂദുഹു ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജംഇ ലിർരിജാലി ജാല ഇലാഹ حبي حبة في لب قلبي أنبتت حبوبها ما كل حب منه للمحال حال لا إله ഈ പ്രപഞ്ചം ഒന്നാകെ സംവിധാനിച്ചത് ജഗനിയന്താവായ റബ്ബ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയാണ് എന്ന ഒരാശയം ഹദീസുകളിൽ കാണാൻ കഴിയും. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക്, അങ്ങുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിക്കയില്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേ രൂപത്തിൽ ഇതേ ആശയം വരുന്ന അനേകം തിരുവചനങ്ങൾ നമുക്ക് കാണാം. ഈയൊരു വലിയ ആശയം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അസ്തിത്വം സർവ്വലോകത്തിൻ്റെയും അസ്തിത്വത്തിന് കാരണമാണ് എന്ന ഒരാശയത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമ്മെ കൊണ്ടുപോകുകയാണ്. ജൂദു മൻ ജാദൽ വുജൂദ വജൂദുഹു ജാദൽ ജവാ. ജൂദു മൻ ജാദൽ വുജൂദ്, അസ്തിത്വമുള്ളതിനൊക്കെ അസ്തിത്വം നൽകിയ ഏതൊരു വ്യക്തിയുടെ അസ്തിത്വമാണോ അതാണ് ലോകത്തിന് അനുരാഗത്തെ സംഭാവന ചെയ്തത് എന്നാണ് പദാനുപദ മലയാള വിവർത്തനം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തുനബിക്ക് വേണ്ടിയാണ് ജാദൽ വുജൂദ, ഈ ലോകത്തിൻ്റെ അസ്തിത്വം ഉള്ളതിൻ്റെ കാരണക്കാരൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, വുജൂദിനെ ധർമ്മം ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ തിരുനബിയുടെ അസ്തിത്വമാണ് എന്ന ഒരർത്ഥഗർഭമായ ആശയമാണ് ഈ വരിയിൽ സൂചിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നതായിട്ട് കാണാം. ഖാല യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിനോട് ജാബിർ റളിയല്ലാഹു അൻഹു സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അവ്വലി ശൈഇൻ ഖലഖഹുല്ലാഹു ഖബ്ലൽ അശ്യാ. എല്ലാ വസ്തുക്കൾക്ക് മുമ്പും അള്ളാഹു പടച്ചത് എന്താണെന്ന്
എനിക്കൊന്നു പറഞ്ഞു തരണം. അവിടുന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ഫഖാല യാ ജാബിർ ഇന്നല്ലാഹ ഖലഖ ഖബ്ലൽ അശിയാഇ നൂറ നബിയിക. അല്ലാഹു എല്ലാ വസ്തുക്കളെയും പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഈ ലോകത്ത് പടച്ചത് നിന്റെ നബിയുടെ ഒളിവാണ്, പ്രകാശമാണ്. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിനെന്തൊരു തെളിച്ചം, വെളിച്ചത്തിൻ്റെ മേൽ വീണ്ടും വെളിച്ചം. ലോകത്തുള്ള സർവ വെളിച്ചത്തിനും കാരണം അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, ആ മുത്തുനബിയാണ്. നൂറു നബിയിക മിൻ നൂറ നബിയിക മിൻ നൂരിഹി ഫജഅല ദാലിക അന്നൂറു യദൂറു ബിൽ ഖുദ്റതി ഹൈതു ശാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിച്ച പോലെ ആ നൂറിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അല്ലാഹു ഈ ലോകത്താദ്യം പടക്കുന്നത് മുത്തുനബിയുടെ നൂറാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വളറതഹാ വമിൻ ഉലൂമിക ഇൽമല്ലൗഹി വൽ ഖലമി. മൗലായ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പ്രകീർത്തനം, ആ പ്രകീർത്തനം ജീവിതത്തിൽ പ്രകീർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനാണ്. അവിടുത്തെ ഖസീദത്തുൽ ബുർദ പ്രസിദ്ധമാണ്. ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് രചിക്കാൻ കാരണം അവിടുന്ന് തളർവാദം പിടിപെട്ടു, രോഗമൊന്നു മാറിക്കിട്ടണം, അതിന് ഹബീബിൻ്റെ ഒരു മദ്ഹ് രചിക്കണം. അങ്ങനെ ഹബീബിനോടുള്ള അനന്യമായ മഹബത്ത്, വർണ്ണിക്കാൻ കഴിയാത്ത മഹബത്ത്, അവർണ്ണനീയമായ ഇഷ്ക്, ആ ഇഷ്കിൽ മതിമറന്ന് ജീവിക്കുമ്പോഴാണ് ഖസീദത്തുൽ ബുർദ രചിക്കുന്നത്. കരഞ്ഞുകൊണ്ടവിടുന്ന് തുടങ്ങി, അമിൻ തദക്കൂരി ജീറനിം ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലതിം ബിദമി. മൗലായ സ്വല്ലി വസൽ മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ആ മദ്ഹ് ഇങ്ങനെ എഴുതി തുടങ്ങിയപ്പോൾ അവിടുത്തെ രോഗത്തിന് ശമനമുണ്ടായി. എങ്ങനെയാണ്? രാത്രിയിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ മുത്തുനബി വന്ന് അവിടുത്തെ ശരീരത്തിൻ്റെ തളർവാദം പിടിപെട്ട ഭാഗത്ത് അവിടുത്തെ തൃക്കരം കൊണ്ട് തടവിക്കൊടുക്കുന്നു. രാവിലെയായപ്പോൾ രോഗം ഭേദമായി. ബഹുമാനപ്പെട്ടവരുടെ രോഗം ഭേദമായി എന്ന് മാത്രമല്ല, പിന്നീട് ആ രചനയിൽ ഹബീബിൻ്റെ ഇടപെടലുണ്ട്. അതല്ലേ ബുർദക്ക് ഇത്ര പവർ കിട്ടാൻ കാരണം. ബുർദ ഇങ്ങനെ രചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ബാക്കി എന്തെഴുതണം എന്ന് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നില്ല. ആശങ്കയോടെ ഇങ്ങനെ നിൽക്കുന്നു. രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ മുത്തുനബി വരികയാണ്. അല്ലാഹുവിൻ്റെ റസൂല് വന്ന് ബാക്കി പാടിക്കൊടുക്കുന്നു. വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മൗലായ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എൻ്റെ മുതഅല്ലിമീങ്ങളെ, നമ്മൾ ഈ മൗലായ ചൊല്ലും, ഓരോ ബുർദയുടെ വരിയും ചൊല്ലും.
നമ്മുടെ മദ്ഹുർ റസൂലിൻ്റെ എല്ലാ വേദിയിലും മുതഅല്ലിമീങ്ങൾ ഖസീദത്തുൽ ബുർദ പാരായണം ചെയ്തിട്ടുണ്ട്. അതെന്തിനാ നമ്മൾ പാരായണം ചെയ്യുന്നത്? അത് മുത്തുനബിയുടെ അംഗീകാരമുള്ള നബി കീർത്തനമാണ്. റസൂലുള്ള പറഞ്ഞു കൊടുത്തൊരു ബൈത്ത് അതിലുണ്ട്. ആ ബൈത്താണ് വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമീ. അത് കേൾക്കുമ്പോൾ ബുർദയുടെ ഓരോ വരിക്കും മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ എന്ന് നമ്മൾ ചൊല്ലാൻ കാരണം അത് വലിയ ഒരു സ്വലാത്താണ്. ആ സ്വലാത്തിൽ മുത്തുനബി ചൊല്ലിക്കൊടുത്ത ഖൈറിൽ ഖൽഖി കുല്ലിഹിമി എന്ന ആ പദം കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അല്ലാഹു നമ്മൾ ഇമാം ബൂസുരിയുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ച് തെരുമാറാവട്ടെ. പറഞ്ഞു വന്ന വിഷയം ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുർദയിൽ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക, മുത്തുനബിയുടെ ധർമ്മത്തിൽപ്പെട്ടതാണ് അദ്ദുന്യാ, ഈ ദുന്യാവ് മുഴുവനും. ദുന്യാവെന്ന് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെയുള്ള സർവസ്വവും അതിൽപ്പെട്ടു. സർവജീവികളും പെട്ടു, പക്ഷിലതാദികൾ പെട്ടു, വൃക്ഷങ്ങൾ പെട്ടു, മലകൾ പെട്ടു, വാഹനങ്ങൾ പെട്ടു, പ്ലെയിൻ അതിൽ ഉൾപ്പെടും. അതുപോലെ ലോകത്ത് എന്തൊക്കെയുണ്ടോ ദുന്യാവിലുള്ളതെല്ലാം ദുന്യാ എന്നതിൽ പെട്ടു. 7 ഗോളങ്ങളും അല്ല അതിനപ്പുറവും സൂര്യനും ചന്ദ്രനും അതേ രൂപത്തിൽ ഓരോ നക്ഷത്രങ്ങളും ഇതെല്ലാം അതിൽപ്പെട്ടു. ദുന്യാവിൻ്റെ ലറത്ത് എന്ന് പറഞ്ഞാൽ ചക്കുളത്തി എന്ന് പഴയ മലയാളത്തിൽ പറയും. ദുന്യാവും ആഖിറവും അതിൽ പരലോകം എന്ന് നമ്മൾ പറയും. അതും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ധർമ്മത്തിൽപ്പെട്ടതാണ്. ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി, നിങ്ങളൊക്കെ തർദിയത്തെല്ലാം സയ്യിദുന ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ബഹുമാനപ്പെട്ടവർ പറഞ്ഞ അതേ ആശയം ബുർദയിൽ ഇമാം ബൂസുരി പറയുന്നു. അതല്പം കൂടി അർത്ഥവ്യാപ്തിയുള്ളതാണ്. ഫഇന്ന മിൻ ജൂദിക, അങ്ങയുടെ ധർമ്മത്തിൽ പെട്ടതാണ് ദുന്യാവും ലറത്തും. ഈ ദുന്യാവും ഇഹലോകവും പരലോകവും അതിൽ പെട്ടതാണ് എന്ന് പറയുമ്പോൾ മുതഅല്ലിമീങ്ങൾക്കറിയാം മിന്ന് തബഈലിന്റെ മഅനാക്കാണ്. അപ്പൊ അതും അല്ലാത്തതും റസൂലുള്ളാഹിയുടെ ധർമ്മത്തിലുണ്ട്. അത് പറഞ്ഞിട്ട് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു പറയുന്നു, വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, അങ്ങയുടെ വിജ്ഞാനത്തിൽ പെട്ടതാണ് ഇൽമുൽ ലൗഹ്, ലൗഹിലും കലമിലും ലോകത്തുള്ള സർവ്വ വിജ്ഞാനങ്ങളും രേഖപ്പെടുത്തപ്പെട്ട അള്ളാഹുവിൻ്റെ സന്നിധിയിലുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ലൗഹും കലമും. ആ ലൗഹിലും കലമിലും ഉള്ളതും അങ്ങയുടെ വിജ്ഞാനത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ വിജ്ഞാനത്തിൻ്റെ ബഅളാണ്. പുണ്യപ്രവാചകന്റെ വിജ്ഞാനമെന്നത് പാരാപാരം കണക്കെ പരന്നു കിടക്കുന്ന സമുദ്ര സമാനമാണ്, അവർണ്ണനീയമാണ്, അനന്യമാണ്, വർണ്ണിക്കാൻ കഴിയില്ല എന്ന് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയും നമുക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജൂദ്. അത് പറഞ്ഞിട്ട് ഇമാം ബൂസരി പറയുന്നു, وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج دنيا من العدم. ദുന്യാവിൻ്റെ അനിവാര്യത. وكيف تدعو إلى الدنيا ضرورة من, എങ്ങനെയാ മുത്തുനബിക്ക് ദുന്യാവ് ഒരു അനിവാര്യമാകുന്നത്? അതൊരിക്കലും റസൂലുള്ളാഹിക്കൊരു വിഷയം ആവേണ്ടതില്ല. കാരണം ലൗലാഹു ലം തുഖ്റജി ദുനിയാ മിനൽ അദമി. ാശയമുള്ളതാണ്. ലൗലാഹു, ആ തിരുനബി ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലം തുഖ്റജി ദുനിയാ, ദുനിയാവിനെ പുറപ്പെടുക്കില്ലായിരുന്നു, മിനൽ അദമി, ഇല്ലായ്മയിൽ നിന്ന്. ഇല്ലായ്മയിൽ നിന്ന് ഇഹലോകത്തെ സംവിധാനിച്ചതിൻ്റെ യഥാർത്ഥ കാരണം അഷ്റഫുൽ ഖൽഖാൻ. ഈ ഒരാശയം തന്നെയാണ് ബഹുമാനപ്പെട്ട ഉമർ വലിയുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവർ നിർവഹിക്കുന്നത്. വുജൂദ് എന്ന് പറഞ്ഞാൽ വുജൂദ്, അസ്തിത്വമുള്ളതൊക്കെ അതിൽപ്പെട്ടു. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
തിരുനബിയുടെ മുമ്പ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്ന് തുടങ്ങിയോ, ഉത്ഭവം എന്ന് തുടങ്ങിയോ, അന്ന് മുതൽ അള്ളാഹുവിൻ്റെ റസൂലിനെ എല്ലാവരും അറിയണം, പ്രചരിപ്പിക്കണം. കാരണം അത് ലോകത്തിന് മൊത്തം അസ്തിത്വമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയെ കൊണ്ട് അല്ലാഹു തആല കരാറെടുപ്പിച്ചിട്ടുണ്ട്. വഇദ് അഖദ്നാ മിനൻ നബിയ്യീൻ വഇദ് അഖദ്നാ അല്ലാഹു മീസാഖൻ നബിയ്യീൻ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു തആല പ്രവാചകന്മാരുടെ കരാറ് പിടിച്ചു. ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم. പിന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ വരും. ആദം നബി അലൈഹിസ്സലാം മുതൽ ശീസ് നബിയോടും യഹ്യ നബിയോടും ഈസാ നബി അലൈഹിസ്സലാമിനോടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും മുത്തുനബിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതൊക്കെ പ്രവാചകന്മാരുണ്ടോ അവരോടെല്ലാം കരാറെടുത്തു. സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും. നിങ്ങൾ സത്യമാക്കുന്ന ഒരു പ്രവാചകൻ ശേഷം വരും. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു. തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കണം, സഹായിക്കുകയും വേണം. ഖാല അഖറർതും വഅഖദ്തും അലാ ദാലികും മിസ്രി ഖാലു അഖറർനാ ഖാല ഫശ്ഹദു വഇന്നാ മഅകും മിനശ്ശാഹിദീൻ. ഖുർആനിൽ അല്ലാഹു ഈ ആയത്തിൽ പറഞ്ഞത്, കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് കരാറെടുത്തിട്ടുണ്ട്. മുത്തുനബി വന്നാൽ ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം എന്ന കരാറെടുത്തിട്ടുണ്ട്. കാരണം ലോകത്തിന് മൊത്തം അസ്തിത്വമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബി അവരുടെയൊക്കെ നേതാവാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാൾ വരുമ്പോൾ അതിനടുത്ത് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. അവിടെ ഹദീസിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാമിന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ സ്വീകരിക്കലായിരിക്കും അവരുടെ രീതി എന്ന് കാണാം. ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോഴേ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വീകരിക്കണം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലം യബ്അത്തില്ലാഹു നബിയൻ, ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല മിൻ ആദം, ആദൻ നബി മുതൽ, ഇല്ല അഖദഹുല്ലാഹു അലൈഹിൽ അഹ്ദ ഫീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മുഹമ്മദ് നബിയിൽ കരാറെടുത്തിട്ടുണ്ട്. ലഇൻ ബുഇസ, ആ പ്രവാചകനെ നിയോഗിക്കപ്പെട്ടാൽ, വഹുവ ഹയ്യുൻ, അപ്പോൾ ഇവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ലയുഅ്മിനന്ന ബിഹി വലയൻസുറന്നഹു, ആ നബിയെ കൊണ്ട് വിശ്വസിക്കണം, ആ മുത്തുനബിയെ സഹായിക്കണം എന്ന് ഓരോ പ്രവാചകന്മാരോടും അള്ളാഹു കരാറെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രപഞ്ചം മൊത്തം മുത്തുനബിക്ക് സാക്ഷിയാണ്. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ, ഹലിൽ കൗനു ഇല്ലാ മിൻ വുജൂദി മുഹമ്മദി അമ ഔജദല്ലാഹുൽ വുജൂദാലി അജ്ലിഹി സ്വലാത്തും വതസ്ലീമുൻ. ഹലിൽ കൗനു, ലോകമല്ലേ, ഇല്ലാ മിൻ വുജൂദി മുഹമ്മദി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദിന്റെ കാരണം കൊണ്ടല്ലേ. അമ ഔജദല്ലാഹുൽ വുജൂദാലി അജ്ലിഹി, ആ മുത്തുനബിയുടെ കാര്യത്തിന് വേണ്ടിയാണ് സർവ്വലോകത്തെയും അള്ളാഹു സംവിധാനിച്ചത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അലാമത്ത് അത് പരലോകത്തുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. സ്വർഗത്തിൽ എഴുതി വച്ചത് പറഞ്ഞു. സ്വർഗത്തിലെ വൃക്ഷങ്ങളിൽ മുത്തുനബിയുടെ പേരെഴുതി വച്ചത് ഹദീസിൽ കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്, അൽ ഖസായിസുൽ കുബ്റാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുതഅല്ലിമീങ്ങൾ അത് മുതാല ചെയ്യണം. ഖസായിസുൽ കുബ്റാ,
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുസൂസിയത്ത് വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അതിൽ കാണാം, സ്വർഗത്തിൽ ആദം നബി പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള എല്ലാ ഇലയിലും മരങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന നാമം എഴുതി വച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ഭൂമിയിലും അതുണ്ട്. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി ഇബ്നു അബ്ദില്ലാഹിൽ ഹാശിമി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഒരു സംഭവം ഉദ്ധരിക്കുന്നു ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖസായിസുൽ കുബറയിൽ. ബഹുമാനപ്പെട്ടവർ നമ്മുടെ നാടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യം, ആ ഇന്ത്യ രാജ്യത്തുണ്ടായ ഇങ്ങനത്തെ ഒരു അത്ഭുതം ഇന്ന് പല റിപ്പോർട്ടുകളും നമ്മൾ കാണും. ആ റിപ്പോർട്ടിൽ മത്സ്യത്തിന്റെ പുറത്ത് റസൂലുള്ളാഹിയുടെ പേര് കലിമത്തു തൗഹീദ് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. അതുപോലെ പലയിടത്തും കാണാറുണ്ട്. പക്ഷേ അതിൽ ശരിയുള്ളതും ശരിയില്ലാത്തതും ഉണ്ടാവാം. നമ്മൾ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസുൽ കുബ്രയിൽ ഒരു സംഭവം പറയുന്നു. ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി ഇബ്നു അബ്ദില്ലാഹിൽ ഹാശിമി, ഒന്നുറക്കത്തൊളിയത്തെല്ലണം സയ്യിദുനാ ഹസൻ ഇബ്നു അലി ഇബ്നു അബ്ദില്ലാഹിൽ ഹാശിമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാല ദഖൽതു ബിലാദൽ ഹിന്ദി, ഞാൻ ഇന്ത്യയുടെ ഒരു നാട്ടിൽ പ്രവേശിച്ചു. ഫറഅയ്തു ഫീ ബഅദി ഖുറാഹാ ശജറത വർദിൻ, അവിടെ ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരു പനനീർ പൂവിൻ്റെ മരം കണ്ടു. അസ്വദ്, കറുത്ത ഒരു മരമാണ്. യംഫതിഹു അൻ വർദത്തിൻ കബീറത്തിൻ ത്വയ്യിബത്തി റായത്തി സൗദാ, നല്ല സുഗന്ധമുള്ള പുഷ്പം അതിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു പുഷ്പത്തിന്റെ ഉള്ളു തുറന്ന് അതിൻ്റെ ഒരു അല്ലി എടുത്തപ്പോഴും മക്തൂബുൻ ബിഖത്തിൻ അബ്യൽ, വെളുത്ത അക്ഷരം കൊണ്ട് എഴുതി വച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ വ ഉമർ എന്ന് കണ്ടു. അപ്പൊ ശക്കത്തു ദാലിക, എനിക്കതിൽ സംശയം വന്നു. വഖുൽതു, ഞാൻ പറഞ്ഞു, ഇന്നഹു മഅമൂൽ, ഇതാരോ ഇങ്ങനെ നിർമ്മിച്ചു വച്ചതാണ്. ആ നാട്ടുകാർ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല. ആ നാട്ടുകാർ വിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസികളൊന്നുമല്ല. അവര് പറഞ്ഞു, നിങ്ങൾ അടുത്ത വിരിയാൻ പോകുന്നൊരു പുഷ്പം എടുക്കണം, ഇത് വിരിഞ്ഞതാണ്, വിരിഞ്ഞതിൽ എഴുതി എന്നല്ലേ പറഞ്ഞത്, എന്നാൽ വിരിയാൻ പോകുന്നൊന്നെടുത്തു നോക്കൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പറഞ്ഞു, അതുവരെ വിരിയാത്തൊരു പുഷ്പം എടുത്തു. ഞാനത് തുറന്നു നോക്കി. മറ്റ് പുഷ്പത്തിൽ കണ്ടതുപോലെ അതിലും ഇതുപോലെ ഉള്ളിൽ ഓരോ അല്ലിയിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നെഴുതിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ ചരിത്രം ഇന്ന് തുടങ്ങിയതല്ല, മദീ ഇന്ന് തുടങ്ങിയതല്ല, പ്രചരണം ഇന്ന് തുടങ്ങിയതല്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മനുഷ്യവർഗം മാത്രമല്ല നടത്തുന്നത്, വൃക്ഷങ്ങളിലും ഇലകളിലും അതുപോലെ തന്നെ പുഷ്പങ്ങളിലും സർവസ്വത്തിലും മുത്തുനബിയുടെ അടയാളമുണ്ട്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മുത്തുനബിയെക്കുറിച്ച് വിവരം കൊടുത്തിട്ടുണ്ട്. ഖംസത്തുൻ ബശ്ശറഹുമുല്ലാഹു ഖബ്ല അൻ യകൂനൂ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു, 5 ആളുകൾ അവര് ഉണ്ടാകുന്നതിന് മുമ്പ് തബ്ശീർ നൽകപ്പെട്ടവരാണ്. സന്തോഷ വാർത്ത, അങ്ങനെ ഒരാൾ വരാൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ഇസ്ഹാഖ് നബിയാണ്, മറ്റൊന്ന് യാക്കൂബ് നബിയാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഫബശ്ശർനാഹു ബിഇസ്ഹാഖ വമിൻ വറാഇ ഇസ്ഹാഖ യാക്കൂബ്. ഇസ്ഹാഖ് നബിയെ കൊണ്ട് നമ്മൾ സന്തോഷ വാർത്ത അറിയിച്ചു, അതിനുശേഷം യാക്കൂബ് നബിയും വരും. മറ്റൊന്ന് 5 ആളിൽ ഒരാള് ബഹുമാനപ്പെട്ട യഹ്യാ നബിയാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ഉണ്ടാകുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടാകുമെന്ന സന്ദേശം, സന്തോഷം, സുവിശേഷം ആളുകൾക്ക് അറിയിച്ചു കൊടുത്തു. ഇന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, ഖുർആനിൽ കാണാം അള്ളാഹു യഹ്യാ നബിയെ കൊണ്ട് സന്തോഷ വാർത്ത നൽകുന്നു. മറ്റൊരാൾ, 4-മത്തത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാം
ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നല്ലാഹ യുബശ്ശിറുക ബികലിമത്തിൻ മിൻഹു, അല്ലാഹുവിൻ്റെ പരിശുദ്ധ വചനമായ കലിമത്തായ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞു. അഞ്ചാമത്തത് സയ്യിദുനാ വഹബീബുനാ വമൽജഉനാ വാഖിദു ഐദീനാ സമറത്തു ഫുആദിനാ ഖിത്അതു കബ്ദിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഈസാ നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്നത് വമുബശ്ശിറൻ സുവിശേഷകനായിട്ടാണ്, ബിറസൂലിൻ ഒരു പ്രവാചകനെ കൊണ്ട്, യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ശേഷം വരാൻ പോകുന്ന പ്രവാചകനാണ്, അവരുടെ പേര് അഹ്മദ് എന്നാണ്. തീർന്നില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി മുത്തുനബി വരുന്നതിനോട് അടുത്ത കാലം. ആ കാലത്ത് റസൂലുള്ളാഹിന്റെ പ്രചരണങ്ങൾ ഇങ്ങനെ സജീവമായി നടന്നു. ആ ഘട്ടത്തിൽ ഖസായിസുൽ കുബ്രയിൽ കാണാം, എല്ലാവരും ആ ചർച്ചയിലാണ്. റസൂലുള്ള വന്നിട്ടില്ല, വരുന്നതിന് മുമ്പ് തന്നെ പ്രചരണങ്ങൾ തുടങ്ങിപ്പോയി. കാരണം ഇത് വുജൂദിന്, അസ്തിത്വത്തിനെല്ലാം അസ്തിത്വമായ ഏതൊരു വസ്തുവിൻ്റെയും ഉള്ള വസ്തുക്കൾ മൊത്തം ഉണ്ടാവാൻ കാരണമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ അതിൻ്റെ പ്രചരണം നടക്കണം. ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് സമയത്തു സൗത്തൻ, വലിയ ഒരു ശബ്ദം കേൾക്കുന്നു. മദീനയില്ലം അസ്മഅ ഖത്തു സൗത്തൻ, അങ്ങനെയൊരു ശബ്ദം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നോക്കിയപ്പോഴും വൈദാ യഹൂദിയുൻ അലാ ലഹിരി ഉതുമിൻ മിൻ ഇതാമിൽ മദീന, മദീനയിലെ മലകളിൽ ഒരു മലകളുടെ മുകളിൽ കയറി ഒരു യഹൂദിയായ മനുഷ്യന് ഒരു തീ ഇങ്ങനെ കത്തിച്ച്, ഒരു തീനാളം ഇങ്ങനെ പിടിച്ച് ഉറക്കാളുകളെ വിളിക്കുന്നു. അന്നുള്ളൊരു പ്രചരണ മാധ്യമമാണത്. ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് തീ കാണിച്ചുകൊണ്ട് ഉറക്കാളുകളെ വിളിക്കുമ്പോൾ ആളുകൾ മലയുടെ താഴ്വാരത്തേക്ക് കൂടി വരും. അവർക്കപ്പോൾ അവിടുന്ന് പ്രസംഗം നടത്തും. ഇദ്ദേഹം ഇങ്ങനെ ഉറക്ക വിളിച്ച് പറയുന്നുണ്ട്, തീനാളം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ജനങ്ങളെല്ലാം മദീനയിലെ മലയുടെ താഴ്വാരത്തൊരുമിച്ച് കൂടി. അപ്പോഴതാ ഈ ജോത്സ്യനായ യഹൂദി പറയുന്നു, ഹാദാ കൗകബു അഹ്മദ്, കാണുന്ന ഒരു നക്ഷത്രം അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ്, വരുന്നതിൻ്റെ അടുത്ത കാലത്ത് വരുന്ന നക്ഷത്രമാണ്. ഖദ് ത്വലഅ ഹാദൽ കൗകബു, ഈ നക്ഷത്രം വെളിവായി. ലാ യത്ലഉ ഇല്ലാ ബിന്നുബുവ്വ, നുബുവത്തിന്റെ പ്രവാചകന്മാരുടെ വരവ് കൊണ്ടറിയിച്ചിട്ടല്ലാതെ ഈ നക്ഷത്രം വെളിവാവില്ല. വലം യബ്ഖ മിനൽ അംബിയാഇ ഇല്ലാ അഹ്മദു, അംബിയാക്കളിൽ അഹ്മദ് നബി അല്ലാതെ ഇനി മറ്റാരുമില്ല. ഫയജ്അലുന്നാസു യൽഹഖൂന മിന്നു വയഅജബൂന ലിമാ യഅതി മിൻഹു, ജനങ്ങൾ ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കളിയാക്കി, ഇതെന്താ വിളിച്ചു പറയുന്നത്, ഇതിനാണോ ഞങ്ങളെ വിളിച്ചതെന്ന് ചോദിച്ചു. അയാളൊന്നും മിണ്ടാതിരുന്നു. തീർന്നില്ല. എത്രയാണ് കിതാബുകളിൽ ആ സംഭവമുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഖ്വാലി മുഖ്തകമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ കഖൈരിൽ ഖൽഖി കുല്ലിഹിം. റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് 560 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ് കഅബ് ഇബ്നു ലുഅയ്. കഅബ് ഇബ്നു സുഹൈർ അല്ല, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മാദിയാണ്. കഅബ് ഇബ്നു ലുഅയ് 560 കൊല്ലം മുമ്പ് ജീവിച്ച ആളാണ്. ഉക്കാല് ചന്തയിൽ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. ഉക്കാല് ചന്തയിൽ അദ്ദേഹം ഒരിക്കൽ വന്നിട്ട് ആളുകളെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവിടെ നിന്നൊരു കവിത ആലപിക്കുന്നു.
നഹാറും വലൈലുൻ കുല്ലു ഔ ബിംബിഹാദിസി സവാഉൻ അലൈനാ ലൈലുഹാ വനഹാറുഹാ അലാ ഗഫ്ലത്തിൻ യഅ്തിൻ നബിയ്യു മുഹമ്മദു യഖ്ബിറു അഖ്ബാറൻ സദൂഖുൻ ഖബീറുഹാ നഹാറുൻ വലൈലുൻ കുല്ലു ഔ ബിംബിഹാദിസി പകലും രാത്രിയും ഇങ്ങനെ പോയി പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. സവാഉൻ അലൈനാ ലൈലുഹാ വനഹാറുഹാ പകലും രാത്രിയും നമുക്ക് സമമാണ്. അലാ ഗഫ്ലത്തിൻ യഅ്തിൻ നബിയ്യു മുഹമ്മദു അശ്രദ്ധയിലിരിക്കുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും. ആ മുത്തുനബി ചില വാർത്തകൾ പറയും. ആ വാർത്തകൾ സത്യമായിരിക്കും. അഷ്റഫുൽ ഖൽഖിന്റെ പ്രചരണം ജനിക്കുന്നതിൻ്റെ 560 കൊല്ലം മുമ്പ് കഅബ് ഇബ്നു ലുഅയ് അദാ ഉക്കാല് ചന്തയിൽ നടത്തുകയാണ്. എത്രയാണ് സംഭവമുള്ളത്, ഞാൻ വിശാലമായതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതാ മറ്റൊരു സംഭവം കൂടി കാണാം. ഖൈസ് ഇബ്നു സഈദ ഒരു പ്രഭാഷകനാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തിൽ അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ ആ മുത്തുനബി ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഖൈസ് ഇബ്നു സഈദ ഒരു പ്രഭാഷണം നടത്തുന്നു. കാന യഖ്തുബു ഖൗമഹു ഫീ സൂഖി ഉഖാല് ചന്തയിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത്. ഫഖാല ഫീ ഖുതുബതിഹി അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞു, സയഉമ്മക്കും ഹഖ്ഖും മിൻ ഹാദൽ വജ്ഹ് മക്കയിലേക്ക് ഇങ്ങനെ ചൂണ്ടുകയാണ്. എന്നിട്ട് പറയുന്നു, ആ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു സത്യം വരാനുണ്ട്. മക്കയുടെ ഭാഗത്തേക്ക് കൈകൊണ്ടിങ്ങനെ ചൂണ്ടി. ഖാലൂലഹു ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാഹുവൽ ഹഖു ഏതാണ് ഹഖ്? അവിടെ നിന്ന് പറഞ്ഞു, റജുലുൻ അബ്ലജു അഹ്വറു മിൻ മുൽദി ലുഅയ് ഇബ്നു ഗാലിബ്. ലുഅയ് ഇബ്നു ഗാലിബിന്റെ കുടുംബത്തിൽ ഒരു സുന്ദരനായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു യുവാവ് വരുന്നുണ്ട്. യദ്ഉക്കും ഇലാ കലിമത്തിൽ ഇഖ്ലാസ് നിങ്ങൾ ഇഖ്ലാസിന്റെ കലിമത്തിലേക്ക് അദ്ദേഹം ക്ഷണിക്കും. വൈശിൽ അബദ് ശാശ്വത വിജയത്തിന്റെ ജീവിതത്തിലേക്കും വനഈമിൻ ലാ യൻഫദ് നശിക്കാത്ത സുഖലോലുപതയുടെ സ്വർഗത്തിലേക്കും. ഫഇൻ ദഅാകും ഫഅജീബു നിങ്ങളെ വിളിച്ചാൽ നിങ്ങളാ പ്രവാചകന് ഉത്തരം നൽകണം. വലൗ അലിംതു അന്നി അഈശു ഇലാ മബ്അതിഹി ആ തിരുനബിയുടെ ആ വരവിന്റെ കാലം വരെ ഞാൻ ജീവിക്കുകയായിരുന്നുവെങ്കിൽ ലകുന്തു അവ്വല മൻ യസ്ആ ഇലൈഹി ഞാനാകും ആദ്യം ആ പ്രവാചകനിലേക്ക്, ആ പ്രവാചകന്റെ തൗഹീദ് സ്വീകരിക്കുന്നതിന് വേണ്ടി ആദ്യം ഓടിച്ചെല്ലുന്നത് ഞാനായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, ഇങ്ങനെ എത്ര പ്രചരണമാണ് നടന്നത്. കാരണം വുജൂദിന്റെ സബബാണല്ലോ. അസ്തിത്വമുള്ള സർവത്തിൻ്റെയും അസ്തിത്വത്തിന് കാരണമാണല്ലോ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ മുത്തുനബി. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മുതൽ ആ മുത്തുനബിയുടെ പ്രചരണം തുടങ്ങി. ഔസ് ഇബ്നു ഹാരിസ എന്ന വലിയ ഒരു പണ്ഡിതൻ ആദ്യകാലത്ത് ജീവിച്ച ആളാണ്. മുത്തുനബിക്ക് മുമ്പ് വന്ന ആളാണ്. വർഷങ്ങൾക്ക് മുമ്പ് മരണമായപ്പോൾ ലമാ ഹളറത്ത് അൽ ഔസ് ഇബ്നു ഹാരിസ അൽ വഫാത്തു ഔസ് ഇബ്നു ഹാരിസിന് വഫാത്ത് വന്നപ്പോൾ ഔസ് ഇബ്നഹു മാലിക് എന്ന മോനെ വിളിച്ചു. മോനെ വിളിച്ചിട്ടൊരു വസിയ്യത്ത്, അലം യഅതി ഖൗമി മിനല്ലാഹി ദഅവത്തുൻ യഫൂസു ബിഹാ അഖിലു സഅദതി വൽ ബിർരി എൻ്റെ സമൂഹത്തിന് അല്ലാഹുവിൽ നിന്നുള്ള ആ ദഅവത്ത് എത്തിയിട്ടില്ലല്ലോ. യഫൂസു ബിഹാ അഖിലു സഅദതി വൽ ബിർരി അതുകൊണ്ട് വിജയിക്കും, വിജയത്തിൻ്റെയും ഗുണത്തിൻ്റെയും ആളുകൾ. ഇദാ ബുഇസൽ മബ്ഊസു മിൻ ആലി ഗാലിബി അതാ ഗാലിബ് ഗോത്രത്തിൽ നിന്ന് നിയുക്തനാകുന്ന മുത്തുനബിയെ നിയോഗിക്കപ്പെട്ടാൽ ബിമക്ക
مكة فيما بين زمزم والحجر. ഹജറുൽ അസ്വദിന്റെയും സംസമിന്റെയും ഇടയിൽ ആ മുത്തുനബിയെ നിയോഗിക്കപ്പെടുമ്പോൾ ഹുനലിക ഫബഹു നസ്റഹു ബി ബിലാദികും ബനി ആമിരിൻ ഇന്ന സഅദത ഫിന്നസിരി. ബനു ആമിറേ, ആ മുത്തുനബിയെ സ്നേഹിക്കുന്നതിലാണ് വിജയമുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സർവ്വലോകത്തിൻ്റെയും ഉന്മക്ക് കാരണമാണ്, ഉണ്ടാകുന്നതിന് കാരണമാണ്. ഈ വലിയ ആശയത്തെ സാംശീകരിക്കുന്ന, സ്ഥിരപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ കാണാം. അതുകൊണ്ട് ലോകം ഉള്ളിടത്തോളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ പ്രചരണം നടക്കും. അങ്ങനെയൊരു സംഭവത്തിലല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫഇന്നഹു ശംസു ഫളിൻകും കവാകിബുഹാ യുദ്ഹിർന അംവാറഹാ ലിന്നാസി ഫിൽ ളുലമി. മൗലായ സല്ലി വസല്ലം ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മുത്തുനബി നന്മയുടെ പ്രകാശഗോപുരമായ സൂര്യന് തുല്യനാണെങ്കിൽ ആ പ്രകാശഗോപുരത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ട നക്ഷത്ര തുല്യരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ നേതാവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ ഇസ്ലാം ആശ്ലേഷത്തിന്റെ കാരണം ഖസായിസുൽ കുബറയിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പറഞ്ഞിടത്ത് മുത്തുനബിയുടെ ജന്മത്തിന് മുമ്പുള്ള ഖുസൂസിയത്ത്, ജനിക്കുന്നതിന് മുമ്പുള്ള പ്രചരണം, ജനിക്കുന്നതിന് മുമ്പുള്ള അത്ഭുതങ്ങൾ വിശദീകരിച്ചിടത്ത് ഖസായിസുൽ കുബ്രയുടെ 1-ാം ബാല്യത്തിൽ ഇമാം സുയൂത്തി പറയുന്നു, കഅബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള സംഭവം. ഖാല കാന ഇസ്ലാമു അബീബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ബിസബബി വഹ്യിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശപ്രകാരമാണ്. അതെന്താണ്? വദാലിക്കാത് അന്നഹു താജിറൻ ബിശ്ശാം, ഷാമിൽ ഒരു കച്ചവടത്തിന് പോകുന്ന ആളായിരുന്നു സിദ്ദീഖുൽ അക്ബർ. ഖുഹാഫയുടെ മകൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഫറആ റുഅയൻ, ഒരു സ്വപ്നം കണ്ടു. ആ യാത്രയിലാണ് സ്വപ്നം കണ്ടത്. അപ്പോൾ അവിടെ ഒരു പണ്ഡിതനുണ്ട്, ബഹീറ എന്നാണ് പേര്. ഫഖസ്സഹ അലാ ബഹീറ റാഹിബി, പുരോഹിതനായ ബഹീറയോട് ആ ചരിത്രം പറഞ്ഞു. ഫഖാല ലഹു, ബഹീറ എവിടെന്ന് ചോദിച്ചു, മൻ മിൻ ഐന അൻത, നിങ്ങൾ എവിടെന്ന് വരികയാണ്? ഖാല മിൻ മക്ക, മക്കയിൽ നിന്നാണ്. മിൻ അയ്യിഹാ, എവിടത്ത് മക്കയിൽ? ആ ഏത് ഗോത്രത്തിൽ നിന്ന്? മിൻ ഖുറൈശിൻ, ഖുറൈശിൽ നിന്ന് വന്നതാണ്. ഉടനെ ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണ്? അവിടെന്ന് പറഞ്ഞു, താജിറുൻ, കച്ചവടക്കാരനാണ്. ഉടനെ അവിടെന്ന് ബഹീറ പറയുന്നു, സ്വദഖല്ലാഹു റുഇയാക, അല്ലാഹു നിങ്ങളുടെ സ്വപ്നം സത്യമാക്കട്ടെ. ഫഇന്നഹു യുബ്അതു നബിയ്യുൻ മിൻ ഖൗമിക, അങ്ങയുടെ സമൂഹത്തിൽ നിന്ന് ഒരു പ്രവാചകനെ നിയോഗിക്കപ്പെടും. തകൂനു വസീറഹു ഫീ ഹയാതിഹി, ആ പ്രവാചകന്റെ ജീവിതകാലത്ത് ആ മുത്തുനബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകും നിങ്ങൾ. വഖലീഫതഹു ബഅദ മൗതിഹി, ഭരണശേഷം ആ പ്രവാചകന്റെ പ്രതിനിധിയായി ഭരണം നടത്തും. ഇതിങ്ങ് പറഞ്ഞു സിദ്ദീഖുൽ അക്ബർ. ഫസറഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉറക്കയൊന്ന് സ്വലാത്തു ചൊല്ലണം, ഉറക്കത്തർദിയത്തു ചൊല്ലണം നമ്മുടെ ഈ മജ്ലിസിൽ അവസാനം. അതുകൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്യണം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തിൻ്റെ നേതാവാണല്ലോ. ഹുമുസ്വഹാബത്തു ഖൈറുൽ ഖൽഖി അയ്യദഹു
അയ്യദഹും റബ്ബുസ്സമാഇ ബിതൗഫീഖിൻ വഈസാരി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ഖൈറുൽ ഖൽഖാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് സൃഷ്ടികളിൽ ശ്രേഷ്ഠവാന്മാരാണ്. അയ്യദഹും റബ്ബുസ്സമാഇ, ആകാശത്തിൻ്റെ അധിപനായ റബ്ബ് അവരെ ശക്തിപ്പെടുത്തി. ബിതൗഫീഖിൻ വഈസാരി, എത്ര അവസരമാണ് അവർക്ക് കിട്ടിയത്. ഹബീബിൻ്റെ കൂടെ ജീവിക്കുന്നു, ഹബീബിനെ കാണുന്നു, ഹബീബിൻ്റെ സുഗന്ധം അനുഭവിക്കുന്നു, ഹബീബിൻ്റെ വിയർപ്പിൻ്റെ സുഗന്ധം അനുഭവിക്കുന്നു. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വുദൂ ചെയ്യുമ്പോഴൂറ്റി വീഴുന്ന വെള്ളം പറക്കത്തിന് വേണ്ടി അവരെടുത്ത് ശരീരത്തിൽ പുരട്ടുന്നു. അതുപോലെ അവിടുത്തെ ഉമിനീര് അതാ ശിഫക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതുകൊണ്ടവർക്ക് ഫലം ഉണ്ടാകുന്നു. അതെല്ലാം വലിയ തൗഫീഖാണല്ലോ. ആ സ്വഹാബത്തിന്റെ നേതാവ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം കണ്ട വിവരം ആരോടും പറഞ്ഞില്ല. ഹസ്സറഹ അബൂബക്കർ ഹത്താ ബുഇസ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ നിയോഗിക്കപ്പെടുന്നവരെ ഇതാരോടും പറഞ്ഞില്ല. അങ്ങനെയാണ് മക്കയിൽ അള്ളാഹുവിൻ്റെ റസൂൽ വന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂൽ വന്നു എന്നറിഞ്ഞപ്പോൾ തിരുനബിയെ കാണാൻ വേണ്ടി ചെന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ വേണ്ടി ചെന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചെന്നു. ഫജാഅഹു, റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നു. ഫഖാല, റസൂലുള്ളാഹി ദീനിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ ചോദ്യം, യാ മുഹമ്മദ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, മദ്ദലീലു അലാ മാ തദ്ദഈ, നിങ്ങൾ വാദിക്കുന്ന ഈ വാദത്തിന് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ പ്രവാചകനാണെന്ന് പറഞ്ഞല്ലോ, അതിനെന്ത് തെളിവാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലൊന്ന് ചിരിച്ചോ. അവിടുന്ന് പുഞ്ചിരിച്ചാൽ പ്രകാശമാണ്. കാരണം സൗന്ദര്യത്തിൻ്റെ തിരുദൂതര്, സൗന്ദര്യത്തിൻ്റെ പ്രതിരൂപമാണ്, സൗന്ദര്യത്തിൻ്റെ രാജാവാണ്. ലോകത്ത് ഏറ്റവും വലിയ സൗന്ദര്യം കൊടുത്ത നേതാവാണല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സൗന്ദര്യമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇരട്ടിയായി സൗന്ദര്യം അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്തിട്ടുണ്ടല്ലോ. ആ റസൂല് ചിരിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജിജ്ഞാസയോടെ അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖ് അർറുയല്ലതി റഅയ്ത ബിശ്ശാം, ഷാമിൽ വച്ചൊരു സ്വപ്നം കണ്ടില്ലേ? മുത്തുനബി വരുന്നതിന് മുമ്പാണ് സ്വപ്നം കണ്ടത്. അതാണ് മോനെ തെളിവ്, അതാണ് ഞാൻ പ്രവാചകനാണെന്നതിൻ്റെ തെളിവ്. ഫഅനഖഹു വഖബ്ബല ബൈന ഐനൈഹി വഖാല അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അവിടെന്ന് പറയാണ്, ഞാൻ അങ്ങ് റസൂലാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം മുന്നിലിങ്ങനെ കാണുകയാണ്. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സൽസബീലൻ സറഫീഹി സയ്യിദു സാദാത്തി സിർ സൽസബീലൻ തുസ്ഖ ഫിൽ ഹാലാത്തി കസ്സിൽസാലിസാ ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മുത്തുനബിയുടെ അസ്തിത്വമാണ് ലോകത്ത് സർവസ്വവും ഉണ്ടാവാൻ കാരണം. ജൂദു മഞ്ചാദൽ വുജൂദ വജൂദുഹു ജാദൽ ജവാ ജംഅൻ ബഫർഖൻ ബഅദ ജംഇൽ ജംലിൽരിജാലി ജാല ഇലാഹ
വുജൂദുഹു, ആ തിരുനബിയുടെ അസ്തിത്വമാണ് ജാദൽ ജവാ, അനുരാഗത്തെ സപ്ലൈ ചെയ്തത്, അനുരാഗത്തെ ധർമ്മം ചെയ്തത്. ഈ ലോകത്ത് എല്ലാം നിലകൊള്ളുന്നത് അനുരാഗത്തിലൂടെയാണ്, സ്നേഹത്തിലൂടെയാണ്, ഇഷ്കിലൂടെയാണ്. അതുകൊണ്ടാണ് ലോകത്തെല്ലാം നിലകൊള്ളുന്നത്. അള്ളാഹുവിനോടുള്ള മഹബത്ത്, ഹബീബിനോടുള്ള മഹബത്ത്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സ്നേഹം, ശിഷ്യനും ഗുരുവര്യരും തമ്മിലുള്ള സ്നേഹം, നേതാവും അനുയായിയും തമ്മിലുള്ള സ്നേഹം, അതേ രൂപത്തിൽ തൊഴിലാളികൾ തമ്മിലുള്ള സ്നേഹം, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സ്നേഹം, അങ്ങനെ തുടങ്ങിയ അനുരാഗം എവിടെയുണ്ടോ അവിടെയാ വിജയമുള്ളത്. ഇഷ്ഖ് എവിടെയുണ്ടോ അവിടെയാ വിജയമുള്ളത്. ആ ഒരൊറ്റ പദം ജാദൽ ജവാ. സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് സ്നേഹം വേണം, അപ്പോഴാണ് ഇബാദത്തുണ്ടാവുകയുള്ളൂ. അള്ളാഹുവിനോട് നമുക്ക് സ്നേഹം വേണം. ഇൻ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിൽ മുഹിബ്ബി മുതീഉ. നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ നീ അനുസരിക്കണം. കാരണം മുഹിബിന് അനുസരിക്കും, അനുധാവനം ചെയ്യും. സ്നേഹത്തിൻ്റെ അടയാളമാണ് അനുസരിക്കൽ. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയോട് സ്നേഹം വേണം. സ്നേഹത്തിൻ്റെ പ്രകടമായ അടയാളമാണ് നബിദിനാഘോഷവും മദ്ഹുർ റസൂലും, അതുപോലെ തന്നെ ബ്രീസ് ഓഫ് മദീനയും. ലോകത്ത് നടക്കുന്ന പ്രകീർത്തനങ്ങളെല്ലാം മഹബത്തിൻ്റെ അടയാളമാണ്. ഇവിടെ വഹാബികൾ ബിദഇകൾ ഒരു കാര്യം പറയും, മഹബത്ത് എന്ന് പറഞ്ഞാൽ അനുസരണാണ്. അപ്പോൾ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കാൻ റസൂലുള്ളാഹിനെ അനുസരിക്കലാണ്, നിസ്കരിക്കലാണ്, നോമ്പ് നോക്കലാണ്, അത് മാത്രമാണ് എന്ന് പറയും. എൻ്റെ സഹോദരന്മാരെ, ആ വാദം വലിയ വിഡ്ഢിത്താണ്. ഒരാൾക്ക് അനുസരണം ഉണ്ട് എന്നതുകൊണ്ട് മഹബത്തുണ്ടാവണം എന്നില്ല. ഞാൻ ഉദാഹരണം പറയാം. ഒരു പോലീസുകാരൻ ഒരു കള്ളനെ കൊണ്ടുപോവുകയാണ്. കള്ളനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. കള്ളൻ്റെ കയ്യിൽ ആമം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആമം വെച്ചിട്ടില്ല. അയാളെ കൂടെ അങ്ങ് നടക്കും. പോലീസുകാരൻ ജീപ്പ് കയറാൻ പറഞ്ഞാൽ കയറും, അനുസരിക്കും. ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങും. ഇരിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കും. ഓടടാന്ന് പറഞ്ഞാൽ ഓടും. വരാൻ പറഞ്ഞാൽ വരും. പക്ഷേ കള്ളന് പോലീസിനോട് മഹബത്തുണ്ടോ? ഒരു മഹബത്തുമില്ല. ചാൻസ് കിട്ടിയാൽ ഓനെ ശരിയാക്കണം എന്നാ ചിന്തിക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മഹബത്തുള്ളത് കൊണ്ട്, മഹബത്ത് എന്ന് പറഞ്ഞാൽ അനുസരണം മാത്രമാണെന്നത് പരമവിഡ്ഢിത്തമാണ്. അനുസരണം മഹബത്തിൻ്റെ ഭാഗം തന്നെയാണ്. അനുധാവനം ചെയ്യൽ മഹബത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അത് മാത്രമാണെന്ന വാദം ശരിയല്ല. മഹബത്തുണ്ടെങ്കിൽ മുത്തുനബിയെ പറയും. അതാണ് സ്നേഹിക്കുന്ന മനുഷ്യന് സ്നേഹിക്കപ്പെടുന്നവനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതിന് പ്രമാണത്തിൻ്റെ തെളിവാവശ്യമില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ജാദൽ ജവാ, അനുരാഗത്തെ ധർമ്മം ചെയ്തത്. അള്ളാഹുവിനെ മഹബത്ത് വെക്കാൻ പഠിപ്പിച്ചത് മുത്തുനബിയാണ്. ഭാര്യയോട് ഭർത്താവിന് മഹബത്തുണ്ടാവണമെന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. അതുപോലെ തന്നെ ഓരോരുത്തരോടും സ്നേഹം. ജവാ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആരോടൊക്കെ സ്നേഹം വേണോ ആ സ്നേഹമെല്ലാം ലോകത്തിന് സംഭാവന ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയുടെ ജൂദു മഞ്ചാദൽ വുജൂദ വജുദുഹു ജാദൽ ജവാ. ആ മുത്തുനബിയുടെ ജൂദാണ് എല്ലാ അനുരാഗത്തെയും സപ്ലൈ ചെയ്തത്, വിതരണം ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ധർമ്മം എന്ന് പറഞ്ഞാൽ, ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാ പറയാ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഏറ്റവും നല്ല ജവാദാണ്, ഏറ്റവും നല്ല ധർമ്മിഷ്ഠനാണ്. ഇന്നല്ലാഹ ജവാദുൻ യുഹിബ്ബുൽ ജൂദ. അല്ലാഹു തആല ജൂദിനെ ഇഷ്ടപ്പെടും. ഒരു ദിവസം ഒരാൾ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നു. എനിക്ക് എന്തെങ്കിലും തരണം, ഞാൻ ഇസ്ലാമിലേക്ക് വരാമെന്ന് പറഞ്ഞു.
ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നു, എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കുറച്ചിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, കുറേ സ്വതക്കയുടെ ആടുകൾ ഒരു മലഞ്ചെരുവിലുണ്ട്, അതൊക്കെ കൊണ്ടുപോയിക്കുമെന്നാണ്. ആള് നേരെ അതൊക്കെ ആട്ടിയിട്ട് ചെന്നു നാട്ടിലേക്ക്. ഫഅമറ ബിശാഇൻ കതീരിൻ ബൈന ജബലൈനി മിൻ ശാഇ സ്വദഖതി ഫറജ ഇലാ ഖൗമിഹി വഖാല യാ ഖൗമി അസ്ലിമൂ. സമൂഹത്തിൻ്റെ അടുക്കൽ അയാൾ പോയിട്ട് മുസ്ലിമായിക്കോളി. ഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതി അതാ. മുഹമ്മദിന് വല്ലാത്ത ധർമ്മം കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയിക്കോന്ന് പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധർമ്മം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെയൊന്നും ധർമ്മം പോലെയല്ല. അവിടുത്തെ ധർമ്മം സ്വന്തം പോക്കറ്റിൽ സ്വന്തം ജീവിക്കാൻ വകുപ്പില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സ്വാഭാവികമായിട്ടും മനസ്സ് വരില്ല. നമ്മളെ പ്രകൃതാണ്. സ്വതക്ക ചെയ്യും, സംഭാവന ചെയ്യും. തൻ്റെ സമ്പത്തിൽ തനിക്കാവശ്യമുള്ളത്, കുടുംബത്തിനാവശ്യമുള്ളത്, നമ്മുടെ സന്താന പരമ്പരക്ക് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാനുള്ളതുണ്ടെങ്കിലേ ഒരാൾ ലക്ഷങ്ങൾ കൊടുക്കുള്ളൂ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെയല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ ധർമ്മം അതുപോലെയൊന്നുമല്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറത്തു നിൽക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുന്നു. അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഉമറേ, നീ എന്താണ് പുറത്തിറങ്ങിയത്? അവിടെ നിന്ന് പറഞ്ഞു, അഖ്റജക യാ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു അഖ്റജനി അൽ ജൂഉ, എനിക്ക് വിശപ്പുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഖ്റജനില്ലദീ അഖ്റജക യാ ഉമർ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. വിശപ്പ് കൊണ്ടാണ് പുറത്തു വന്നത്. അല്പം കഴിഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിൻ്റെ റസൂല് വരുന്നു. രണ്ടുപേരെയും കണ്ടപ്പോൾ ചോദിച്ചു, മാ അഖ്റജകുമാ? അഖ്റജനി അൽ ജൂഉ, വിശപ്പാണ് എന്നെയും പുറത്താക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു പേരെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട അബുൽ ഹൈസമിൽ അൻസ്വാരി, അബുൽ ഹൈസമിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ചെന്നപ്പോൾ അബുൽ ഹൈസം അവിടെ ഇല്ല. ഭാര്യയോട് പറഞ്ഞു, ആളെ വിട്ടയക്കണം, ഞങ്ങൾ വന്നു എന്ന് പറയണം. നേരെ യഥാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബിയും അബുൽ ഹൈസമിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അബുൽ ഹൈസം ഒന്ന് ഭക്ഷണം തയ്യാർ ചെയ്തു, ആടർത്തു, ഭക്ഷണം പാകം ചെയ്തു. ഭക്ഷണം മുന്നിലെത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാതെ അല്പം ഭക്ഷണം കയ്യിലെടുത്ത് പുറത്തേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹബീബേ, അങ്ങെങ്ങോട്ടാണ് പോയത്? അവിടെന്ന് പറഞ്ഞു, ഞാൻ പോയത് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന പലരുമുണ്ട്, അവരെ ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ പോയതെന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താണ് ഹബീബ് തിരിച്ചു വരുന്നത്. അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ. ആ മുത്തുനബിയുടെ പരിഹാരം താൽക്കാലിക പരിഹാരമല്ല. ആളുകൾക്ക് ധർമ്മം കൊടുക്കും. ആ ധർമ്മം സ്വീകരിക്കുന്ന മനുഷ്യന് എന്നേക്കും വിജയത്തിൻ്റെ കാരണമാകും. കണ്ടോ, ഒരൊറ്റ സംഭവം കൂടി ആ വിഷയത്തിൽ പറയട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരും അല്ലാഹുവിൻ്റെ റസൂലും ഒരിക്കലിങ്ങനെ പോകുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശപ്പോടെ നിൽക്കുന്നു. നേരെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് റസൂലുള്ളാഹിക്കുള്ള പാല് കൊടുത്തു. പിന്നീട് ഒരിക്കൽ അബൂ ഹുറൈറയെ കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ അബൂ ഹുറൈറ നിന്റെ കയ്യിലുള്ളത്? എൻ്റെ കയ്യിൽ ഒരു മസ്വദാണ്, ഒരു തോൽപാത്രമാണ്. അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി അതിലേക്ക് കൈയിട്ട്
ഒരു കാരക്ക ഇങ്ങെടുത്തു. കാരക്കയെടുത്ത് ഭക്ഷിച്ചിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബൂ ഹുറൈറ, നിനക്ക് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഫദ്ഖുൽ യദക ഫീ ജൈബിക, നിന്റെ ഈ പാത്രത്തിലേക്ക് നീ കൈയിട്ടാൽ മതി, വേണ്ടത് മുഴുവനും കിട്ടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മുത്തുനബിയുടെ ജൂദ്, ധർമ്മം, അത് ശാശ്വതമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അകൽതു മിൻഹു ഹയാതൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ ജീവിതകാലം മൊത്തം ഞാൻ അതിൽ നിന്ന് ഭക്ഷിച്ചു. മാത്രമല്ല സിദ്ദീഖുൽ അക്ബറിന്റെ കാലവും വേണ്ടതിന് കയ്യതിലിട്ടാൽ മതി, എനിക്ക് കിട്ടും. പിന്നീട് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു, അപ്പോഴും എനിക്കതിൽ നിന്ന് കിട്ടി. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഒന്നുറക്കെ തർദിയത്ത് ചൊല്ലണം, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ കാലം വന്നപ്പോൾ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയം ഫന്ദുഹിബൽ മസ്വദു, ഈ തോൽപാത്രം മോഷ്ടിക്കപ്പെട്ടു. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സമയം വേദനയോടെ പാടുകയാണ്, ലിന്നാസി ഹമ്മുൻ ബലി അൽയൗമ ഹമ്മാനി ഹമ്മുൽ ജിറാബി വഹം മുശൈഖി ഉസ്മാനി. എല്ലാവർക്കും ഇന്ന് രണ്ട് ടെൻഷനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ട ഒരു ടെൻഷൻ, മറ്റൊന്ന് എല്ലാവർക്കും ആ ഒരു ടെൻഷനുണ്ട്. എന്നാൽ അൽയൗമ ഹമ്മാനി, ഇന്നെനിക്ക് രണ്ട് ടെൻഷനാണ്, ഹമ്മുൽ ജിറാബി വഹം മുശൈഖി ഉസ്മാനി. ഒന്നെൻ്റെ തോൽപാത്രം നഷ്ടപ്പെട്ട ടെൻഷനാണ്, മറ്റൊന്ന് എൻ്റെ നേതാവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞ ടെൻഷനാണ്. പറഞ്ഞുകൊണ്ടുവന്ന വിഷയം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ ധർമ്മം. അതുകൊണ്ടാണ് സ്വഹാബത്ത് മൊത്തം, സ്വഹാബത്തിന്റെ പ്രതിസന്ധികൾ എല്ലാം തീർന്നുപോയത്. ലോകത്ത് ഉയർന്നവർക്കൊക്കെ ഉയരാൻ കഴിഞ്ഞത് ആ മുത്തുനബിയുടെ ജൂദ് കൊണ്ടാണ്. അത് പറഞ്ഞിട്ട് ജാദൽ ജവാ ജംഅൻ വഫർഖൻ ബഅദ ജംഇൽ ജമീൽ ദീജാലി ജാല ഇലാഹ ജംഅൻ വഫർഖൻ. ഔലിയാഇന്റെ ലോകത്ത്, തസവുഫിന്റെ ലോകത്തുള്ളൊരു പ്രയോഗമാണത്, ജംഉം ഫർഖും. എന്താണ് ഫർഖ് എന്ന് പറഞ്ഞാൽ അവാരിഫുൽ മആരിഫിൽ കാണാം, അൻ യഹ്തജിബ സാലികു ബിൽ ഖൽഖി അനിൽ ഹഖി ഫലാ യറാ ഇല്ലൽ ഖൽഖ. സൃഷ്ടികളും അല്ലാഹുവിൻ്റെ സൃഷ്ടികളെങ്ങനെ കണ്ട് ഇവിടെയുള്ള സർവസ്വവും ജഗനിയന്താവിനെ കുറിച്ച് അറിയിക്കുന്നതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദലീലാണ് സർവ്വതും. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഹക്കായ റബ്ബിനെ ഉൾക്കൊള്ളുന്ന ഒരു ദറജ, ഒരു പദവി, ഒരു ടൈറ്റൽ, ഒരു സ്ഥാനം, അതിനാണ് ഫർഖ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. ആ രൂപത്തിലുള്ള ഒരു ഘട്ടത്തിനാണ് ഫർഖ് എന്ന് പറയുന്നത്. ഔലിയാഇന്റെ ഒരു ഘട്ടമാണത്. മറ്റൊരു ഘട്ടം ജംഅ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ ലയിക്കലാണ്. മലയാളത്തിന് യോഗാത്മ ജീവിതം എന്ന് പറയാം. സർവ്വതും അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ജീവിതം. ശുഹൂദുൽ അശ്യാഇ ബില്ലാഹി വത്തബരി മിനൽ ഹൗലി വൽ ഖുവ്വതി ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തിരുനബി ആ ഘട്ടത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. ഔലിയാഇന്റെ ഒരു ഘട്ടമാണ്. എല്ലാ വസ്തുക്കളും
അള്ളാഹുവിലേക്ക്, അള്ളാ എന്ന ഒരൊറ്റ ചിന്ത മാത്രമാണുള്ളത്. ശുഹൂദുൽ അശ്യാഇ ബില്ലാഹ് വത്തബർരി മിനൽ ഹൗലി വൽ ഖുവ്വതി ഇല്ലാ ബില്ലാഹ്. അള്ളാഹു എന്നൊരു ചിന്ത മാത്രം മനസ്സിലുണ്ട്, വേറെയൊരു ചിന്തയും ഇല്ല. ജമാലുക ഫീ ഐനി വദിക്റുക ഫീ ഫമി വഹുബ്ബുക ഫീ ഖൽബി ഫഅയ്ന തഗീബു. മഹാന്മാര് പറഞ്ഞില്ലേ, അള്ളാഹുവിനോട് തസവുഫിന്റെ പണ്ഡിതന്മാർ, ആധ്യാത്മിക ഗുരുക്കളുടെ വാക്കുകളാണ്. ജമാലുക ഫീ ഐനി, നിന്റെ ഭംഗി നിന്റെ ഭംഗിയാണ് എൻ്റെ കണ്ണിൽ കാണുന്നത്. വദിക്റുക ഫീ ഫമി, നിന്റെ ദിക്റാണ് എൻ്റെ നാവിലുള്ളത്, എൻ്റെ വായിലുള്ളത്. വഹുബ്ബുക ഫീ ഖൽബി, നിന്നോടുള്ള ഹുബ്ബാണ് എൻ്റെ ഖൽബിലുള്ളത്. ഫഅയ്ന തഗീബു, പിന്നെ എങ്ങനെയാണ് നീ എന്നെ തൊട്ട് മറഞ്ഞു പോകുന്നത്? അല്ലാ അല്ലാ അല്ലാ. ഈ ഒരൊറ്റ ചിന്ത മാത്രം മഹാന്മാരുടെ ജീവിതം അതാണ്. കണ്ടില്ലേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അവിടുത്തെ ഭർത്താവ് വിട പറഞ്ഞപ്പോൾ അതാ പലരും അവരെ സമീപിച്ചു. ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ലിമ തതസവ്വജ്, എന്താ കല്യാണം കഴിക്കാത്തത്? കാലത്ത് മഹദി അവർകൾ പറഞ്ഞു, അസ്അലു മിൻകും സലാസ മസായില, ഞാൻ 3 മസ്അല നിങ്ങളോട് ചോദിക്കും, അതിന് മറുപടി പറഞ്ഞാൽ അംതസിലു അംറക്കും, നിങ്ങളുടെ കൽപ്പനയ്ക്ക് ഞാൻ വഴിപ്പെടാം, നിങ്ങളുടെ സംസാരം ഞാൻ കേൾക്കാം. ഒന്നാമത്തത്, ഞാൻ ദുന്യാവിൽ നിന്ന് പോകണമല്ലോ, അതിൽ നിങ്ങൾക്ക് സംശയം ഇല്ലല്ലോ. പോകുമ്പോൾ ഞാൻ തെറ്റിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അള്ളാഹുവിലേക്ക് പോകുമ്പോൾ സാലിമായിട്ടാണോ പോകുക? മരിച്ചു പോകുമ്പോൾ നല്ല നിലക്ക് പോകാൻ കഴിയോ? എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു സ്വലാത്തില്ലേ, അസ്സലാത്തു അലൻ നബി അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. എല്ലാവരും അവിടെ ഇരിക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഞാൻ ദുനിയാവെന്ന് മരിച്ചു പോകുന്ന ഉറപ്പല്ലേ? ആ പോകുന്ന സമയം ഞാൻ സാലിമായിട്ടാണോ പോകുക, അതല്ലാതെയാണോ? ഹസനുൽ ബസ്രി പറഞ്ഞു, ലാ നഅലമു ദാലിക, നമുക്കതറിയില്ല. രണ്ടാമത്തത്, നാളെ മശ്ശറയിൽ കിതാബ് കൊടുക്കും. ആ സമയം എൻ്റെ കിതാബ് വലം കയ്യിലാണോ തരുക, അല്ല ഇടം കയ്യിലാണോ? അത് പറഞ്ഞപ്പോഴവിടെന്ന് പറഞ്ഞു, എനിക്കതറിയില്ല, ലാ നഅലമു, നമുക്കറിയില്ല. അത് പറഞ്ഞപ്പോഴും മൂന്നാമതൊരു ചോദ്യം ചോദിച്ചു. അതാ നാളെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ആളുകളെ വേർതിരിക്കുമ്പോൾ, അഹുലുഷിമാലും അഹുലുൽ യമീനുമായി വേർതിരിക്കുമ്പോൾ ഞാൻ ഏത് കൂട്ടത്തിലായിരിക്കും? ഈ 3 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞു തരുമോ? അവിടുന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നഅലമു, നമുക്കിതറിയില്ല, ഞങ്ങൾക്കിത് പറയാൻ കഴിയൂല. അവിടുന്ന് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, മൻ തകൂനു ലഹു, മൻ ഒരാള്, തകൂനു ലഹു അവനുണ്ട്, മുസീബത്തും മിസ്ല ഹാദിഹി, ഇതുപോലത്തൊരു മുസീബത്തുണ്ട്, ഇതുപോലത്തൊരു വേജാറുണ്ട്, മരിക്കുമ്പോഴെങ്ങനെ മരിക്കും എന്നുറപ്പില്ല. അതുപോലെ അവിടുന്ന് മഅ്ശറയിൽ യമീനിലോ ഇടശിമാലിലോ കിതാബ് കിട്ടുക എന്ന ഉറപ്പില്ല, സ്വർഗത്തിലോ നരകത്തിലോ എന്നുറപ്പില്ല. ഇങ്ങനത്തെ ഒരു മുസീബത്തുള്ള ഒരു മനുഷ്യന് കൈഫ യതഫറഉ ലിൽ ഉറൂസ്, അറൂസിന് വേണ്ടി, പുതുനാറിന് വേണ്ടി എങ്ങനെ ഒരുങ്ങാൻ കഴിയും എന്ന് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അത് ജംഅ് എന്ന മർത്തബയാണ്, യോഗാത്മ ജീവിതം. അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആ രൂപത്തിൽ ജീവിക്കുന്നവർക്ക്
അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അനുരാഗം, ഇഷ്ക്, സ്നേഹം, ജാദൽ ജവാ, ആ ജവധർമ്മം ചെയ്തത് അഷ്റഫുൽ ഖൽക്കായ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അവരുടെ ജീവിതം അങ്ങനെയാണ്. എത്രയാണ് അവരുടെയൊക്കെ ജീവിതം. മഹദി അവർകൾ വിവാഹം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു, അല്ലാ എന്ന ചിന്ത മാത്രമാണ്. അപ്പോഴങ്ങനെ ഒരു കവിത പാടുന്നു, ഇന്നീ ജഅൽതുക ഫിൽ ഫുആദി മഹബ്ബതി. അല്ലാഹുവേ, ഞാൻ എൻ്റെ ഹൃദയാന്തരാളത്തിൽ നിന്റെ മഹബ്ബത്താണാക്കിയിട്ടുള്ളത്. വഅബഅതു ജിസ്മി മൻ അറാദ ജുലൂസി. എൻ്റെ ശരീരം എൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താവിന് ഞാൻ ഹലാലാക്കി കൊടുക്കുന്നു. ഫൽ ജിസ്മു മിന്നി ലിൽ ജലീസി മുആനിസുൻ വഹബീബു ഖൽബി ഫിൽ ഫുആദി അനീസോ. ഫൽ ജിസ്മു മിന്നി, എൻ്റെ ഈ ശരീരം, ലിൽ ജലീസി മുആനിസു, കൂടെയിരിക്കുന്ന ഭർത്താവിന് അതൊരു സന്തോഷമാണ്, നേരം പോക്കാണ്. ഹബീബു ഖൽബി ഫിൽ ഫുആദി അനീസു. എന്നാൽ എൻ്റെ ഹൃദയത്തിലെ ഹബീബാണ് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഈനാസ് നൽകുന്നത്. എന്തൊരു ജീവിതം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അവർക്ക് വേറൊരു ചിന്ത ഉണ്ടാവില്ല. ജംഇന്റെ ഘട്ടം അതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ ജംഅൻ വ ഫർഖൻ ബഅദ ജംഇൽ ജമ്മി ലിർരിജാലി ജാൽ. അത് കഴിഞ്ഞിട്ടുള്ള മർത്തബയാണ് ജംഉൽ ജമ്മ്. ആ ജമ്മിന്റെ ഘട്ടം വേറൊരു ചിന്ത ഉണ്ടാവില്ല. കണ്ടില്ലേ ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി സയ്യിദുനാ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ്. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹുവിന് സുഖമില്ലാതെ രോഗം ബാധിച്ച് കിടക്കുന്നു. ശിഷ്യന്മാര് വന്നു, ഉസ്താദേ ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കണ്ടേ, അതിനൊരു അനുമതി തരണം. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ഡോക്ടറുടോ? ഇന്നി ബി ഐനി തബീബ് യഫഅലു ബി മാ യശാ. ഞാനൊരു ഡോക്ടറുടെ നോട്ടത്തിൽ തന്നെയാണുള്ളത്. ആ ഡോക്ടർ എൻ്റെ റബ്ബാണ്. ആ റബ്ബ് ഉദ്ദേശിക്കുന്ന പോലെ എൻ്റെ കാര്യം അള്ളാഹു നടത്തും. ആ റബ്ബിനെ മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. അത് പറഞ്ഞപ്പോൾ അവസാനം ശിഷ്യന്മാർ നിർബന്ധിച്ചു, ഉസ്താദേ അങ്ങയുടെ മൂത്രം ഒന്ന് തരണം, മാ തരണം, അതൊന്ന് കൊണ്ടുപോയി പരിശോധിച്ച് വരാം. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരുടെ പവർ എത്രയാണ്. ശിഷ്യന്മാർ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒരു കുപ്പിയിൽ മൂത്രം കൊടുത്തു. ആ മൂത്രവുമായി അന്നുള്ള ഏറ്റവും വലിയൊരു വിശ്വകരൻ ഡോക്ടർ ആ ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ കുപ്പി ഇങ്ങനെ മേടിച്ചു. കുപ്പി മേടിച്ചുകൊണ്ട് ആ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് ആ കുപ്പിയൊന്നിങ്ങനെ കുലുക്കി നിലത്ത് വെക്കുന്നു, പിന്നെയും ഉയർത്തുന്നു, പിന്നെയും നോക്കുന്നു. കണ്ണുകൊണ്ട് നോക്കിയിട്ട് രോഗലക്ഷണം പറയുന്ന ഡോക്ടറാണ്. അത്ര വലിയ വിദഗ്ധനാണ്. ആ കുപ്പിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം കണ്ണ് മേച്ചു നോക്കിയിട്ട് പറയുന്നു, ഇതൊരു സാധാരണ മനുഷ്യൻ്റെ അല്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് ദൈവഭക്തിയിൽ ഹൃദയം കലങ്ങിപ്പോയ ഒരാളുടേതാണെന്നുറപ്പാണ്. അതിങ്ങനെ നോക്കിയപ്പോഴ് അവിടെ നിന്ന് പറഞ്ഞു. ആ സമയം ശിഷ്യന്മാർ പറഞ്ഞു, ഫഹുവ മാഉ ബിശ്റുൽ ഹാഫി. ബിശ്റുൽ ഹാഫിയുടെ മാ ആണിത്. ഫഇന്നഹു ഔഹദു അഗ്ലി സമാനിഹി ഫിസ്സുലൂകി ഇലല്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏകനായ ഒരു മഹാനാണ്. ഇന്നതുപോലെ ഒരാൾ ഈ ലോകത്തില്ല
അത്ര വലിയ മഹാനാണ് ബിശ്റുൽ ഹാഫി എന്നങ്ങ് പറഞ്ഞപ്പോൾ ഈ മൂത്രത്തിലേക്ക് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിലേക്ക് വന്നു. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു വഅള് പറഞ്ഞിട്ടില്ല, അവിടുന്ന് പ്രസംഗിച്ചിട്ടില്ല, അവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ മൂത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ വിശ്വാസിയല്ലാത്ത മനുഷ്യന്റെ മനസ്സിലേക്ക് ഈമാൻ സന്നിവേശിക്കാൻ കാരണം ആ ഒരു ദൃഷ്ടിയാണ്, ആ ഒരു നോട്ടാണ്, ആ ഒരു മൂത്രത്തിൻ്റെ പവറാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്രയാണ് അവരുടെ പവർ! അല്ലാ എന്നൊരു ചിന്തയിൽ ജീവിക്കുമ്പോൾ അപ്പം അള്ളാഹു അവരുടെ ശരീരത്തിന് പവർ കൊടുക്കും, അവരുടെ മൂത്രത്തിന് പവർ ഉണ്ടാകും. അതാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു അവസാനം ശിഷ്യന്മാർ ഉസ്താദിൻ്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അസ്ലമത്വബീബ്, ഡോക്ടർ മുസ്ലിമായില്ലേ? ഡോക്ടർ മുസ്ലിമായോ? അതാ ശിഷ്യന്മാർ പറയുന്നു, അസ്ലമത്വബീബു ബിബറക്കത്തി മാഇക, നിങ്ങളുടെ മാഇന്റെ ബറക്കത്ത് കൊണ്ട് ഡോക്ടർ മുസ്ലിമായി. അതാ അവിടെന്ന് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഉസ്താദേ അങ്ങെങ്ങനെയാണിതറിഞ്ഞത്? അവിടെന്ന് പറഞ്ഞു, മറ്റൊന്നും അല്ല, നിങ്ങൾ പോയി അല്പം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വിളിച്ചു പറഞ്ഞു, യാ ബിശ്ർ അസ്ലമ ത്വബീബു ബിബറക്കത്തി മാഇക, നിന്റെ മാഇന്റെ ബറക്കത്ത് കൊണ്ട് ഡോക്ടർ മുസ്ലിമായിരിക്കുന്നു. അത് ഞാൻ കേട്ടിരുന്നു. ആ ഒരു ഘട്ടം ഔലിയാഇന്റെ ജംഇന്റെ ഘട്ടമാണ് യോഗാത്മ ജീവിതം എന്ന് മലയാളത്തിൽ പറയാം. അതാണ് ജംഅ്. അത് കഴിഞ്ഞുള്ള ഒരു ഘട്ടം ജംഉൽ ജം, അത് പരിപൂർണമായി അള്ളാഹുവിൽ ലയിച്ച് എല്ലാം മതിമറന്നു പോകുന്ന മജ്ദൂബായ ഔലിയാക്കളുടെ ഒരു ലോകമുണ്ടല്ലോ, അതാണ് ജംഉൽ ജമ്മിന്റെ ലോകം. അവാരിഫുൽ മആരിഫ് നോക്കിയാൽ ഇത് വിശാലമായി കാണാം. ഞാൻ വിശാലമായി അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഘട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹുവിനോടുള്ള അനുരാഗത്തെ സപ്ലൈ ചെയ്തത്, വിതരണം ചെയ്തത്, ധർമ്മം ചെയ്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ജാദൽ ജവാ ജംഅൻ, ജമ്മിന്റെ അവസ്ഥയിലും ഫർഖിന്റെ അവസ്ഥയിലും ബഅദ ജംഇൽ ജമ്മിലിദി ജാലിജാൽ ജൂദു മഞ്ചാ ദൽ വുജൂദവ ജൂദുഹു ജാദൽ ജവാ ജംഅൻ ഫർഖൻ ബഅദ ജംഇൽ ജമ്മിലിദി ജാലിജാൽ ലാ ഇലാഹ ബഅദ ജംഇൽ ജംഇ, ജമ്മുൽ ജമ്മിന് ശേഷം ലിദ്ദിജാലി, അനുഗ്രഹീത പൗരുഷരിൽ ജാല, അതിങ്ങനെ കറങ്ങിക്കളിക്കും, അനുരാഗം ഇങ്ങനെ കറങ്ങിക്കളിക്കും. അതാണ് ഔലിയാക്കൾ ഇങ്ങനെ കറങ്ങിക്കളിക്കുന്ന അവരുടെ ഈ സ്നേഹവും അവരുടെ ഉയർച്ചയും എല്ലാം അഷ്റഫുൽ ഖൽഖിന്റെ ധർമ്മമാണ് എന്നാണ് കവി പറയുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. അങ്ങനത്തെ മഹാന്മാരുണ്ട്. ജംഉൽ ജമ്മിന്റെ ഒരവസ്ഥയെത്തിയാൽ ഒരാളും അറിയാൻ ആഗ്രഹിക്കൂല. ഏത് സമയം അല്ലാ എന്ന ചിന്ത മാത്രമായിരിക്കും. വലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദത്തുൻ അലാ ഖാതിരി യൗമൻ ഹക്കംതു ബിരിദ്ദതി. എൻ്റെ മനസ്സിൽ എപ്പോഴെങ്കിലും ഇബ്നുൽ ഫാരിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കവിതയാണ്. വലൗ ഖാതറത് ലീ ഫീ സിവാക ഇറാദത്തുൻ, നീ അല്ലാത്ത ഒരാളിൽ എൻ്റെ ചിന്ത വല്ലപ്പോഴും ഉണ്ടായാൽ, അല്ലാ എന്ന ചിന്തയല്ലാതെ
ഏതെങ്കിലും ഒരു ചിന്ത വന്നാൽ അലാ ഖാത്തിരി യൗമൻ ഹക്കംതു ബിരിദ്ദതി, ആ ഒരൊറ്റ ചിന്തയുടെ മേൽ ഞാൻ എൻ്റെ റിദ്ദത്ത് കൊണ്ട് വിധിക്കും എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹബീബായ മുത്തുനബിയോട് മഹബത്ത് വേണം. വഖിഫ് അലാ ഹുബ്ബിൽ ഹബീബി വദിക്രിഹി ഫി ജമ്മിൽ ജംഇ ലാ തതഫറഖാ ഫകുനാക നാദത്കൽ ഹഖായിഖു ലാ തഫ്നി അമാമകൽ മത്ലൂബ് ദുമു തശവ്വിഖാ. ആ ജംഉൽ ജംഇന്റെ ഘട്ടമെത്തുമ്പോൾ, പരിപൂർണ ലയനത്തിൻ്റെ ഘട്ടമെത്തുമ്പോൾ, അള്ളാഹുവിൽ ലയിച്ച് സൃഷ്ടികളുടെ ചിന്തയില്ലാതെ, ഭാര്യയുടെ ചിന്തയില്ലാതെ, ദുനിയാവിൻ്റെ ചിന്തയില്ലാതെ അല്ലാ അല്ലാ എന്ന ചിന്തയിലങ്ങ് ലയിക്കുമ്പോൾ, അതാ അവിടുന്ന് അമാമകൽ മത്ലൂബ് ദുമു തശവ്വിഖാ, ഉദ്ദേശിക്കുന്നത് അപ്പം തന്നെ അങ്ങ് കിട്ടും. അതാ ജംഉൽ ജമ്മിൻ്റെ മർത്തബയുടെ പവറാണ്. അപ്പോൾ അവർ വലിയ ആളുകളൊന്നും അറിയണം എന്നില്ല, പ്രശസ്തി ഉണ്ടാവണം എന്നില്ല, പേരുണ്ടാവണം എന്നില്ല, ആരും അറിയണം എന്നില്ല, അറിയണമെന്ന ചിന്തയും അവർക്കുണ്ടാവില്ല. അങ്ങനത്തെ ഒരു മഹാന്റെ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവമാണ്. ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടം മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും എഴുന്നേറ്റ് സദസ്സിൻ്റെ മുന്നിലേക്ക് വരണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബസ്റയിൽ മഴ കിട്ടാതെയായി, വല്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോഴവിടെയുള്ള പണ്ഡിതന്മാരെല്ലാവരും തീരുമാനിച്ചു, ഒരു മഴയ്ക്ക് വേണ്ടി ഒരു ദുആ നടത്തണം. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ വാസിഅ, ഒന്നുറക്കത്തെ റളിയത്തിൽ മുഹമ്മദ് ബിൻ വാസിഅ, അത്താഉസ്സുലമി റളിയല്ലാഹു അൻഹു, സ്വാലിഹുൽ മുരി, ആ 4 പണ്ഡിതന്മാർ അവരന്നുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. അവർ കൂടിയാലോചിച്ചു, നമുക്കൊരു ദുആഇന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടാം. എല്ലാവരും ഒരുമിച്ച് കൂട്ടി. സാബിത്തുൽ ബുനാനിയും അവരുടെ കൂടെയുണ്ട്. എല്ലാവരും കൂടി ബസ്റയിലെ വലിയ ഒരു മരുഭൂമിയിൽ, വിശാലമായൊരു ഭൂമിയിൽ ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിന്ന് ദുആ നടക്കുന്നു. മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. രാത്രി വല്ലാതെ ഇരുളുന്നവരെ ദുആ കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷേ മഴ കിട്ടുന്നില്ല. മഴ കിട്ടാതെയായപ്പോഴവർ വല്ലാതെ ബേജാറായി. സാബിത്തുൽ ബുന്നാനി, ഒന്നുറക്കത്തൊറതിയെത്തൊല്ലണം, സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ കയറി ഞാൻ എങ്ങനെ ഇരുന്നു. കാരണം ഇത് വല്ലാത്തൊരു സങ്കടമാണല്ലോ. എത്ര വലിയ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി ദുആ ചെയ്തു, എന്നിട്ട് ഫലം കിട്ടിയിട്ടില്ലല്ലോ. കുറേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മാലിക് ദിനാർ റളിയല്ലാഹു അൻഹും സാബിത്തുൽ ബുന്നാനിയും ഉണ്ട്. 2 പേരും ഇരിക്കുമ്പോൾ അതാ ഒരാൾ പള്ളിയിലേക്ക് വരുന്നു. ഒരു കറുത്ത മനുഷ്യൻ, കറുത്തിരുണ്ട ഒരു മനുഷ്യൻ, മെലിഞ്ഞ ഒരു മനുഷ്യനാണ്. നേരെ ഇങ്ങനെ വന്ന് വുളൂ ചെയ്ത് പള്ളിയിലേക്ക് കയറി. അദ്ദേഹം നേരെ സുജൂദിൽ കിടക്കുന്നു. ഞങ്ങൾ പുറകിൽ ഇങ്ങനെ പോയി നോക്കിയപ്പോഴ് അദ്ദേഹം സുജൂദിൽ കിടന്നിട്ട് ഒരൊറ്റ ദുആയാണ്, ഇലാഹി വസയ്യിദി വമൗലായ, എൻ്റെ ഇലാഹായ റബ്ബേ, എൻ്റെ നേതാവായ റബ്ബേ, എൻ്റെ ഉടമസ്ഥനായ റബ്ബേ, ഇലാക്കം തെറുദ്ദു ഇബാദക, നീ എത്രയാണ് നിന്റെ അടിമകളെ തട്ടിക്കളിക്കുന്നത്, ഫീമാലായം ഫൗക,
നിനക്കൊരു ഉപകാരവും ഇല്ലാത്ത വിഷയമാണല്ലോ. ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്തല്ലോ, മഴയെ തേടിയല്ലോ, അവർക്ക് മഴ കൊടുത്തില്ലല്ലോ. എന്താ റബ്ബേ മഴ കൊടുക്കാത്തത്? അനാഫിദുമ്മാ ഇൻദക, നിന്റെ അടുക്കലുള്ളത് തീർന്നു പോയോ? അം നഖസമാ ഫീ ഖസാഇനിക, നിന്റെ ഖജാനയിലുള്ളത് ചുരുങ്ങിപ്പോയോ? ഇത് പറഞ്ഞിട്ട് ഒരൊറ്റ ദുആ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അഖ്സംതു അലൈക ലിഹുബ്ബിക ലീ, ഞാൻ നിന്നോട് സത്യം ചെയ്താവശ്യപ്പെടുന്നു. ലിഹുബ്ബിക ലീ, എന്നോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ ഇല്ലാ 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 മാ സഖൈതക നിന്റെ മഴ ഇപ്പൊ തന്നെ ഇവിടെ വർഷിക്കണം, താമസം ഒന്നും വേണ്ട. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മഴ തരണം അല്ലാ. ഒരൊറ്റ ദുആയാണ്. ജംഉൽ ജമ്മിന്റെ മർത്തബയിലുള്ള മഹാനാണ് ഹസനുൽ, ബഹുമാനപ്പെട്ട മാലിക് ദിനാർ സ്വാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു ഉണ്ട്. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, പെട്ടെന്ന് മഴ പെയ്തു, ശക്തമായ മഴയാണ്. ഞങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അവിടെ നിന്നതാ പുറത്തിറങ്ങി. ഇദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കി. അപ്പോഴതാ ഒരു അടിമച്ചന്തയിലേക്കാണ് പോകുന്നത്. ആ അടിമച്ചന്തയിൽ കയറി. പിന്നീട് ഞാൻ തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ആ ചന്തയിൽ ചെന്നു. അപ്പോഴതാ മുതലാളിയുണ്ട്. മുതലാളിയോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടിമയുടെ കൂട്ടത്തിൽ ഒരടിമ എനിക്ക് വേണം, അടിമ എനിക്ക് വേണം എന്ന് പറഞ്ഞു. കുറേ ആളുകളെ നോക്കി, അവിടെയൊന്നും ഇന്നലെ കണ്ട മഹാനെ കാണുന്നില്ല. അവസാനം ഒരു ചെറിയ റൂമിൻ്റെ ഭാഗത്ത് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നുണ്ട്. മുതലാളിയോയിട്ട് പോയിട്ട് പറഞ്ഞു, ഹബീബി വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ്, എൻ്റെ ഹബീബ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് അതാ മുതലാളിയോട് പറഞ്ഞു, ഇതാണ് എനിക്ക് വേണ്ടത്. മുതലാളി പറഞ്ഞു, ഇതിന് വലിയ കാശൊന്നും തരണ്ട, 20 ദീനാർ തന്നാൽ മതി. കാരണം എനിക്ക് ഈ അടിമയെ കൊണ്ട് വലിയ ഉപകാരമില്ല. ഇടയ്ക്കിങ്ങനെ കരയുന്നത് കാണാം, ഇടയ്ക്കെഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു. അവസാനം അടിമയെയും മേടിച്ച് ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു മുന്നിൽ നടക്കുന്നില്ല. ഇദ്ദേഹം മുന്നിൽ നടക്കുന്നു, പുറകെ നടക്കുന്നു. ഇദ്ദേഹം പുറകെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് മൈമൂൻ എന്നാണ്. അത് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് എൻ്റെ പേര് ചോദിച്ചത്? നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് എന്നെ അറിയുന്നത്? എന്നെ എവിടെ നിന്നെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഉടനെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ മേടിച്ചത്? യാ മൗലായ സഗീർ ലിമഷ്തറൈതനീ, എന്തിനാണ് നിങ്ങൾ എന്നെ മേടിച്ചത്? ചെറിയ മുതലാളി, വലിയ മുതലാളി റബ്ബാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളെ മേടിച്ചത് എനിക്ക് ഖിദ്മത്ത് ചെയ്യാനൊന്നുമല്ല, ലി അഖ്ദിമക ബിനഫ്സി, ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാനാണ്. ഉടനെയതാ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഏ മൈമൂൻ എന്നവരെ, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം മഴ കിട്ടാതെയായപ്പോൾ പള്ളിയിൽ കയറി വന്ന് ഒരൊറ്റ ദുആ കൊണ്ട് മഴ വർഷിപ്പിച്ചത്? അതങ്ങ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങളതറിഞ്ഞോ?
ഞാനാരും അറിയാതെ ഇബാദത്തെടുത്തതാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, റിയാഇൻ്റെ കാലമാണ്, പ്രദർശനപരതയുടെ കാലമാണ്, നാലാളുകൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന കാലമാണ്. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് തരട്ടെ. ബഹുമാനപ്പെട്ടവരവിടെ നിന്ന് പറഞ്ഞു, അതാ നിങ്ങളതറിഞ്ഞിട്ടുണ്ടോ എന്ന് പറയലും ഒരു കരച്ചിലും. അടുത്തൊരു പള്ളിയിലേക്ക് ഓടി അങ്ങ് കയറി സുജൂദിൽ കടന്നു. ഇലാഹി വസയ്യിദി സിർറുൻ കാന ബൈനി വബൈനക ഇത്തലഅത അലൈഹി ഗൈറക. എൻ്റെ നേതാവേ, ഇലാഹി വസയ്യിദി, എൻ്റെ നേതാവേ, സിർറുൻ കാന ബൈനി വബൈനക, അല്ലാഹുവിനോടാണ് പറയുന്നത്, ഞാനും നിങ്ങളും തമ്മിലൊരു രഹസ്യം. ഇത്തലഅത അലൈഹി ഗൈറക, നീയല്ലാത്ത ഒരാളുടെ മുന്നിൽ അത് വെളിവാക്കിയല്ലോ. വകൈഫ യതീബുൽ ഐശുൽ ആൻ, പിന്നെങ്ങനെയാണ് എൻ്റെ ജീവിതം സന്തോഷമാകുന്നത്? അഖ്സംതു അലൈക ബിക ഇല്ലാ മാ ഖബൽതനി ഇലൈക സ്സാഅ. അതുകൊണ്ട് എൻ്റെ രഹസ്യം ഒരാൾ അറിഞ്ഞുവെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ റൂഹ് പിടിക്കണം എന്നങ്ങ് പറഞ്ഞു തീരുമ്പോൾ സുജൂദിൽ ആ മഹാൻ കിടന്ന് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നു. അല്പം കഴിഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ട മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാകെ ബേജാറായി, ഒരാളും കൂടെയില്ല. അപ്പോഴതാ എവിടെ നിന്നോ കുറെ ആളുകൾ വന്നു. അഅ്ളമല്ലാഹു ഉജൂറക്കും ഫീ അഖീനാ മൈമൂൻ, ഞങ്ങളുടെ മൈമൂൻ എന്ന് പറഞ്ഞ സഹോദരൻ്റെ വിഷയത്തിൽ അള്ളാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ എന്ന് പറഞ്ഞ് അവർ കഫൻ തുണി തന്നു, അവിടുന്ന് കുളിപ്പിച്ചു, മറവ് ചെയ്തു. ഇന്നും അവരുടെ ഖബർ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ താരീഖ് ബഗ്ദാദ് അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ, റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ. കുറേ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഈ മദ്ഹുർ റസൂൽ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് എൻ്റെ വിദ്യാർത്ഥികൾ, കഴിഞ്ഞ കാലത്ത് ദാറുൽ ഫലാഹിൽ പഠിച്ചു പോയ പ്രിയപ്പെട്ട ദഅ്വാ കോളേജിലെ മക്കളുണ്ട്. അവരിൽ കുറേ ആളുകൾ വിദേശത്തുണ്ട്, സ്വദേശത്തും ജോലി ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും അവരാണ് ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക ചെലവൊക്കെ നൽകിയത്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ. അവരെല്ലാ സമയത്തും ദാറുൽ ഫലാഹിനെ സഹായിക്കുന്ന കുട്ടികളാണ്. അള്ളാഹു അതിൻ്റെ ബർക്കത്ത് ആ മക്കളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുമാറാവട്ടെ. വന്നിരായ സയ്യിദ് അവർകൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് റഹ്മാനായ റബ്ബ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. കുറേ ആളുകൾക്ക് വേണ്ടി ദുആർക്കാനുണ്ട്. പ്രത്യേകിച്ച് വിദേശത്തുള്ള നമ്മുടെ സഹോദരന്മാർ, പ്രത്യേകിച്ച് കുവൈത്തിലെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഉസ്താദ്, നമുക്കറിയാം ദാറുൽ ഫലാഹിന് വേണ്ടി കാശ് കളക്ട് ചെയ്ത് ഇടയ്ക്കൊക്കെ പ്രതിസന്ധി വരുമ്പോൾ ഇബ്രാഹിം ഉസ്താദിനെ വിളിച്ചാൽ ഉസ്താദ് അയച്ചു തരും. അല്ലാഹു തആല ഉസ്താദ് അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. കുവൈത്തിലെ ദാറുൽ ഫലാഹിനെ സഹായിക്കുന്ന കുറേ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അല്ലാഹു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സലീം സഖാഫി എൻ്റെ സുഹൃത്താണ്, നമ്മുടെ സലാം സഖാഫിയുടെ അളിയൻ, അവരുടെ അമ്മോസനാണ് ഇപ്പോൾ അടുത്ത് മരിച്ചത്. നമ്മളൊക്കെ അവിടെ പോയിരുന്നു, നമ്മളൊക്കെ അവർക്ക് ദുആ ചെയ്തിരുന്നു. അല്ലാഹു തആല ഉപ്പക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യാണ്. കുവൈത്തിലുള്ള സഹോദരന്മാർക്കൊക്കെ അള്ളാഹു ബറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹ്റൈനിലുള്ള പ്രവർത്തകർ, അൽഹംദുലില്ലാഹ്, അവർ ദാറുൽ ഫലാഹിനെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായി ബഹ്റൈനിൽ ചെല്ലുന്നത്. ചുരുങ്ങിയ ദിവസം അവിടെ നിന്നിട്ടുള്ളൂ, പക്ഷേ അവർ വല്ലാതെ സ്നേഹിച്ചു. അതിൽ പ്രിയപ്പെട്ട സഅദി ഉസ്താദുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സൈനുദ്ദീൻ സഖാഫിയുണ്ട്, സുഹരി ഉസ്താദുണ്ട്, മമ്മൂട്ടി ഉസ്താദുണ്ട്, അതേപോലെ തന്നെ സുഫൈർ സഖാഫിയുണ്ട്, പ്രിയപ്പെട്ട ആബിദുണ്ട്, അതേപോലെ തന്നെ പല ആളുകളും, ബഹുമാനപ്പെട്ട അബൂബക്കർ ലത്തീഫി അടക്കം എത്രയോ ആളുകൾ, ഞാൻ കുറഞ്ഞ ആൾ പേര് പറഞ്ഞു, അല്ലാത്ത കുറേ ആളുകളുണ്ട്. അവരൊക്കെ എപ്പോഴും ദാറുൽ ഫലാഹിൻ്റെ വിഷയത്തിൽ സഹകരിക്കുന്നവരാണ്. കമ്മിറ്റി എപ്പോഴും പല കാര്യങ്ങളിലും, എത്രത്തോളം നമ്മുടെ ഈ പള്ളിയുടെ കിണർ ബഹ്റൈൻ
തറയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അതേപോലെ തന്നെ ബഹ്റൈൻ ICFൻ്റെ കയ്യിൽ നിന്ന് ICFൻ്റെ കെയർ ഓഫിൽ നമുക്ക് വന്നതാണ്. അതേപോലെ കൈനാട്ടിയിൽ നിർമ്മിക്കുന്ന പള്ളി, ആ പള്ളിയുടെ കിണർ ബഹുമാനപ്പെട്ട ബഹ്റൈനിലെ പ്രവർത്തകരുടെ വകയായി ICFൽ നമുക്ക് കിട്ടിയതാണ്. അള്ളാഹു അതെല്ലാം കബൂൽ ചെയ്യട്ടെ. അതുപോലെ ത്വആമുൽ ഫലാഹ് എന്ന് പറഞ്ഞ് ഒരു ടീം അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണത്. അതിൽ ദാറുൽ ഫലാഹിൻ്റെ ഭക്ഷണ ഇനത്തിന് സഹായിക്കുന്ന കുറേ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. തങ്ങളവർക്ക് പ്രത്യേകം ദുആ ചെയ്യും. അതേപോലെ തന്നെ ദാറുൽ ഫലാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സൗഹൃദമാണ് സൗദി അറേബ്യയിലെ നെജ്റാനിൽ ഉള്ള കൂട്ടുകാർ. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ പ്രിയപ്പെട്ട മുജീബുക്കയും അതേപോലെ തന്നെ പ്രിയപ്പെട്ട ജബ്ബാറുക്കയും അങ്ങനെ തുടങ്ങി ഓരോരുത്തരും കുറേ ആളുകളുണ്ട്. പ്രിയപ്പെട്ട റഷീദുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വെള്ളിയിലയിലുള്ള സഹോദരൻ ട്രഷററാണ്. അങ്ങനെ ഓരോരുത്തരും ഉണ്ട്. മൊയ്തു എപ്പോഴും വല്ലാത്ത സ്നേഹമുള്ള ആളാണ്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാഹു അഭിവൃദ്ധി കൊടുക്കട്ടെ. നെജ്റാനിലാണ് പ്രിയപ്പെട്ട സിറാജ് സഖാഫി ഉള്ളത്. നമ്മുടെ കുട്ടിയാണ്. ദാറുൽ ഫലാഹിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. പ്രിയപ്പെട്ട വൻഷാദ് ലത്തീഫി, അതുപോലെ തന്നെ ഇർഷാദ് ലത്തീഫി, അതുപോലെ തന്നെ ഹിഷാമി അടക്കം കുറേ ആളുകൾ പല സ്ഥലത്തും ഉണ്ട്. നമ്മളെ താജുദ്ദീൻ, അള്ളാഹു താല ബറക്കത്ത് നൽകട്ടെ. കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഇവിടുന്ന് പോയി അൽബഹയിലാണ് അദ്ദേഹം സേവനം ചെയ്യുന്നത്. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഈ കുട്ടികളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, സ്ഥാപനത്തിന് മഹബത്ത് വെക്കുന്നവരാണ്. ഈ പ്രവർത്തകരും അതുപോലുള്ള കുട്ടികളും എല്ലാം സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവരാണ്, ദീനിൻ്റെ പേരിൽ മഹബത്ത് വെക്കുന്നവരാണ്. അള്ളാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. അവർക്കെല്ലാം നീ അഭിവൃദ്ധി നൽകണം റഹ്മാനെ. അവർക്കെല്ലാം ഐശ്വര്യം നൽകണം അല്ലാ. അവർക്കൊക്കെ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. പ്രത്യേകം തങ്ങളവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറയാണ്. അതേപോലെ തന്നെ അബുദാബിയിലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ത്വാഹ ഹാജി എപ്പോഴും ഫലാഹിൻ്റെ ഒരു മുഹിബാണ്. എന്തൊരു സൽപ്രവർത്തനാണ് അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങൾ. നമ്മുടെ ബുഖാരി ഹാള്, ആ ബുഖാരി ഹാൾ ഓർക്കുമ്പോൾ എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ തിരുനബിയുടെ ഹദീസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹദീസ് ദർസ് നടത്തുന്ന ഹാളാണത്. മുസ്ലിമും ബുഖാരിയും തിർമിദിയും നസായിയും അതുപോലെ ഇബ്നു മാജയും ഒക്കെ ദർസ് നടത്തുന്നു, ഹിക്മ ദർസ് നടത്തുന്നു. മുതഅല്ലിമീങ്ങൾ ഇരുന്നു കൊണ്ട് ഏത് സമയവും ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ ബുഖാരി ഹാൾ പ്രിയപ്പെട്ട ത്വാഹ ഹാജിയുടെ ഉമ്മയുടെ പേരിൽ അദ്ദേഹം ചെയ്തതാണ്. അള്ളാഹുവേ ആ ഉമ്മയുടെ ഖബറിലേക്ക് അതിന് മിസ്ലി സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അതേപോലെ തന്നെ അബുദാബിയിലെ പ്രിയപ്പെട്ട ഷൗക്കത്ത് സഅദിയും അതുപോലെയുള്ള നമ്മുടെ പ്രവർത്തകരൊക്കെയുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ സഹായിക്കുന്ന പലരും ഉണ്ട്. മുസാഅദ എന്ന ഒരു സംവിധാനം ഉണ്ട്. മുസാഅദയിൽ അൽഹംദുലില്ലാ എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് സംഭാവന ചെയ്യുന്ന മുഅ്മിനീങ്ങൾ അത് ഈ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ജഅഫർ അൽ ഐനിൽ, ആ ജഅഫറും ഞാനും തമ്മിലുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിലാണ് അങ്ങനെ ആശയം ഉൾത്തിരിഞ്ഞത്. അങ്ങനെ അതിൽ സഹായിക്കുന്ന കുറേ ആളുകളുണ്ട്. ആരെയും പേര് പറയുന്നില്ല. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ മുതഅല്ലിമീങ്ങൾ ഓതിപ്പടിക്കുന്ന ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും അതുപോലെ ഫിഖ്ഹും അതിൻ്റെയൊക്കെ ഇബാറത്തുകളുടെ എണ്ണമനുസരിച്ച്, അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് ആ പ്രിയപ്പെട്ട സഹോദരന്മാർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ കുറേ ആളുകളുണ്ട്. കുറഞ്ഞ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. അല്ലാഹു തആല അവർക്കൊക്കെ അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഈ മദ്ഹുർ റസൂൽ പരിപാടി ഇവിടെ നടന്നു. ഇത്രയും ദിവസം ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് പറഞ്ഞു. എത്രയോ ആളുകൾ ഓൺലൈനിൽ നിന്ന് കേട്ടവരൊക്കെ പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദാറുൽ ഫലാഹിൻ്റെ ഇന്നലകളിലെ കാരണവന്മാർ ഒന്നരായ അബ്ദുറഹ്മാൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട കൈപ്പാണി ഉസ്താദ്, നീലിക്കണ്ടി പക്കർ ഹാജി, അവരൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഇല്ലായ്മയിൽ ഇതിനെ കൈപിടിച്ചുയർത്തി ഈ സ്ഥാപനത്തിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെയൊക്കെ ആത്മാർത്ഥ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് ഈ മദ്ഹുർ റസൂലിൻ്റെ വേദിയിൽ വെച്ച് നമ്മൾ ചൊല്ലിയ സ്വലാത്തും നമ്മുടെ ദിക്റുകളും എല്ലാം നമ്മൾ വിട പറഞ്ഞു പോയ ഉസ്താദുമാരുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ പ്രത്യേകം ദുആ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരിൽ ആദ്യകാലത്ത് ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ദർസിൽ പോയത്. അപ്പോൾ ഞാൻ ദർസിൽ ആദ്യമായി പോകുന്നത് വന്യരായ മുഹമ്മദ് അലി ദാരിമി ഉസ്താദ് എരുമാട്ടുകാരനായിരുന്നു. പിന്നീട് കരടിപ്പാറയിൽ താമസിച്ചു. അവസാനം സുൽത്താൻ ബത്തേരി അടുത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. വലിയ സ്വാത്വികനായ ഒരു വ്യക്തിത്വമായിരുന്നു. ഉസ്താദ് അവർകൾ മരണപ്പെട്ട് 40 നെഹവും സറഫും ഞാനിങ്ങനെ കിതാബ് ഓതിക്കൊടുക്കുമ്പോഴൊക്കെ ആ പ്രിയപ്പെട്ട ഗുരുവര്യരോട് വല്ലാത്ത കടപ്പാടുണ്ട്. ഏത് ദർസ് നടത്തുമ്പോഴും. കാരണം നെഹവും സറഫും അത് നല്ല രൂപത്തിൽ നെഹ്വിൻ്റെ കിതാബ് ഓതിത്തന്ന് ക്ലിയറാക്കി, അതുപോലെ തന്നെ പ്രസംഗത്തിനൊക്കെ ആദ്യം തന്നെ പ്രസംഗിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് അതിന് പ്രചോദനം തന്ന് എഴുതിത്തന്ന് പ്രസംഗിപ്പിച്ച വന്യ ഗുരുവാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി ദാരിമി ഉസ്താദ്. ബഹുമാനപ്പെട്ടവർ അടുത്ത് മരണപ്പെട്ടു പോയി. പെട്ടെന്നുള്ളൊരു മരണമാണ്. മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് എനിക്ക് വോയിസിട്ടുകൊണ്ട് മകൻ്റെ കല്യാണത്തിൻ്റെ വിഷയം പറഞ്ഞു. ബത്തേരിയിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ കാണുമ്പോഴെല്ലാം വലിയ സ്നേഹമാണ്. എവിടെന്നെങ്കിലും എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് കേട്ടാൽ എന്നെ വിളിക്കും, മോനെ നിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയും. അവസാനം മേപ്പാടിയിൽ ചൂരൽമല ദുരന്തത്തിന് ശേഷം മേപ്പാടി പള്ളിയിലെ ഖുതുബ കഴിഞ്ഞ് വെള്ളിയാഴ്ചയിൽ ആ പ്രസംഗം ആരോ യൂട്യൂബിൽ ഉസ്താദിന് അയച്ചു കൊടുത്തപ്പോൾ ആ പ്രസംഗം കേട്ട് സന്തോഷത്തോടെ വിളിച്ചിട്ട് കുറേ ദുആ ചെയ്തു തന്നു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഖബർ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ, നീ പ്രകാശിപ്പിക്കണം അല്ലാ, നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. അതുപോലെ തന്നെ എൻ്റെ വന്യരായ ഉസ്താദ് UP ഉസ്താദ് 10 കൊല്ലം ഞാൻ ഓതിപ്പടിച്ചത് വന്യരായ UP ഉസ്താദിൻ്റെ അടുക്കലാണ്. കൊടുവള്ളിയിലെ നടമ്മൽപ്പൊയിലാണ് 10 കൊല്ലം പഠിച്ചത്. ആ നടമ്മൽപ്പൊയിലിൽ കുറേ ആളുകളുണ്ട്, സ്നേഹമുള്ള കുറേ ആളുകൾ. എന്നെ പോറ്റി വളർത്തിയൊരു നാടാണ് കൊടുവള്ളിയിലെ നടമ്മൽപ്പൊയിൽ. എൻ്റെ വന്യരായ ഗുരുവര്യർ UP ഉസ്താദിൽ നിന്നാണ് എല്ലാം ഓതിപ്പടിച്ചത്. ഞാനിപ്പം ഇങ്ങനെ അലിഫ് ബേസ് ചെയ്ത് മദ്ഹുർ റസൂലിൻ്റെ പ്രസംഗം ഇവിടെ നടത്തിയപ്പോൾ, ഇത്രയും ദിവസം നടത്തിയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വന്യരായ ഗുരുവര്യരുടെ പ്രഭാഷണത്തിൽ നിന്നൊക്കെ എഴുതി വച്ച പഴയകാല ഡയറികൾ ഉപയോഗിച്ചാണ് ഞാൻ മെറ്റർ തയ്യാർ ചെയ്തത്. ഞാനതിന് എല്ലാ കിതാബുകളും മുത്താല ചെയ്യുമ്പോൾ ആ പ്രിയപ്പെട്ട ഉസ്താദിനോട് എന്തെന്നില്ലാത്ത കടപ്പാടുണ്ട്. കാരണം അക്ഷരം കൂട്ടി വായിക്കാനും എഴുതാനും പ്രസംഗിക്കുവാനും എല്ലാം പഠിപ്പിച്ചു തന്നത്, വേണ്ടതെല്ലാം പകർന്നു തന്നത്, ദർസ് നടത്താനുള്ള ഇജാസത്ത് തന്നത്, അതിനുള്ള കഴിവ് തന്നത് വന്യരായ UP ഉസ്താദിൻ്റെ ആ ദർസിൽ നിന്നാണ് അതിനുള്ള കഴിവൊക്കെ കിട്ടിയത്. അല്ലാഹു പ്രിയപ്പെട്ട UP ഉസ്താദിൻ്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. UP ഉസ്താദിൻ്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. തങ്ങളവർകൾ പ്രത്യേകം ഉസ്താദുമാർക്ക് ദുആ ചെയ്യണം. കാരണം നമ്മുടെയൊക്കെ ഓരോ വാക്കും പ്രവർത്തനവും എല്ലാം അവരുടെയൊക്കെ പൊരുത്തമാണ്. അല്ലാഹു ആ പൊരുത്തം കൊണ്ട് വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഭാര്യ ഇന്നും ഉണ്ട്. ആ ഉമ്മ എത്രയോ ഭക്ഷണം തന്ന ഉമ്മയാണ്. അസർ നിസ്കരിച്ച് ഉസ്താദ് വീട്ടിലേക്ക് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ കൂട്ടിക്കൊണ്ടുപോകും. വീട്ടിലെത്തിയാൽ ഭക്ഷണം കഴിക്കാതെ വിടൂല. ഉച്ചക്കുള്ള ചോറ് അവിടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട് മാത്രമേ വന്യഗുരു പറഞ്ഞേക്കൂ. അങ്ങനെ എത്രയോ ഭക്ഷണം വിളമ്പി തന്ന ഉമ്മയാണ്. ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്. അല്ലാഹു തആല ആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. മക്കൾ ഓരോരുത്തരും, ഉസ്താദിൻ്റെ മക്കളൊക്കെ ദീനിൻ്റെ പ്രവർത്തകരാണ്. അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ഇത്രയും ദിവസം ഇവിടെ നിന്ന് പറഞ്ഞ
മദ്ഹുർ റസൂൽ, ഹദീസുകളും ആയത്തുകളും അതുപോലെ മുത്തുനബിയുടെ ചരിത്രവും എല്ലാം പറഞ്ഞു. എത്രയോ സ്വലാത്തു ചൊല്ലി റഹ്മാനായ റബ്ബേ, അതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല, ഉപ്പ ഖബറിലാണ്. ആ ഖബറിലേക്ക് ഇതിൻ്റെ മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, നീ എത്തിച്ചു കൊടുക്കണം അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, അവരുടെയൊക്കെ ഖബർ നീ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഓതി പഠിക്കുന്ന കാലത്ത് സഹായം ചെയ്ത എത്രയോ ഉമ്മമാരുണ്ട്, ഭക്ഷണം തന്ന ഉമ്മമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണം അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ വിജയം തരണം റഹ്മാനേ. നിന്റെ ഇൽമ് പഠിക്കാനും പറയാനും ദർസ് നടത്താനും നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഹബീബായ മുത്തുനബിയുടെ മദ്ഹ് മാദിഹീങ്ങൾ പറയുന്നു, മാദിഹീങ്ങൾ എഴുതുന്നു, അവരൊക്കെ അതുകൊണ്ട് വിജയിക്കുന്നു. ആ ഗണത്തിൽ പെടുവാനുള്ള ഒരു ചെറിയ ആഗ്രഹം കൊണ്ടാണ് ഈ പരിപാടി ഞങ്ങളുടെ കുട്ടികളിവിടെ സംഘടിപ്പിച്ചത്. റഹ്മാനെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇതിനു വേണ്ടി സഹായം ചെയ്ത മുതഅല്ലിമീങ്ങൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ എല്ലാവർക്കും നീ ബറക്കത്ത് ചൊരിയണം റഹ്മാനെ, ബറക്കത്ത് ചൊരിയണം അല്ലാ. ഞങ്ങൾക്ക് നീ വിജയം തരണം റഹ്മാനെ. വിദേശത്തുള്ള ഞങ്ങളുടെ കുട്ടികളുണ്ട്, അവരെല്ലാവരും വല്ലാതെ സ്നേഹിക്കുന്നവരാണ്, അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ട റിസ്വാൻ സുഹരിയുടെ മകൾ, റിസ്വാൻ സുഹരിയുടെ കുടുംബത്തിൽ അവൻ്റെ പെങ്ങളുടെ മകള് റഹ്മാനായ റബ്ബേ ചെറിയൊരു കുട്ടിയാണ്, ചെറിയ ഒരു പ്രയാസമുള്ള അസുഖമാണ്. ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട റിയാസ് മോനും റിദ്വാനും സങ്കടത്തോടെ വിഷയം പറഞ്ഞു. എൻ്റെ സുഹൃത്താണ് അവരുടെ അളിയന്, ആ പൊന്നുമോളുടെ രോഗം റഹ്മാനേ നീ ശിഫയാക്കണം അല്ലാ, നീ ശിഫയാക്കണം അല്ലാ, നീ ശിഫയാക്കണം റഹ്മാനേ. അതുപോലെ ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് വീട് പണി തുടങ്ങിയ പലരുമുണ്ട്, വീട് പണി ഉദ്ദേശിക്കുന്ന ശിഷ്യന്മാരുണ്ട്. റഹ്മാനെ അതിലുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ, തുറന്നു കൊടുക്കണം റഹ്മാനെ. റബ്ബേ മുത്തുനബിയുടെ മദ്ഹ് പറയാൻ, നിന്റെ ദീന് പറയാൻ, ഇഖ്ലാസോടെ നിന്റെ ദീന് പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണം അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും അവിടെ ഇരിക്കണം. സയ്യിദ് അവറുകൾ